Good afternoon, all. Good afternoon, ma'am. Okay. അപ്പോൾ ഇന്നലെ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് സിസ്റ്റം അല്ലെ EHR എങ്ങനെയാണ് ഹോസ്പിറ്റലിലെ EHR ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എന്ന് നമ്മൾ പറഞ്ഞു. ഒരു പേഷ്യൻസിനെ സംബന്ധിച്ചിട്ടുള്ള പേഷ്യൻസിന്റെ വിവരങ്ങളും അവരുടെ ട്രീറ്റ്മെന്റ്സുകള് റിസൾട്ടുകള് ടെസ്റ്റുകള് ഇതെല്ലാം ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റത്തിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞു ഇലക്ട്രോണിക് ഹെൽത്ത് ആയതിനാൽ തന്നെ പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാനൊക്കെ പറ്റും, ഈസി ആണ്. ദെൻ നമുക്ക് മറ്റു ഏരിയകളിലോട്ട് അത് ഷെയർ ചെയ്യാനൊക്കെ സാധിക്കുന്നു എന്ന് പറഞ്ഞു. ദെൻ ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് കമ്പാരിസൺ വിത്ത് പേപ്പർ ബേസ്ഡ് റെക്കോർഡ് അല്ലെ. അത് ജസ്റ്റ് നമ്മളൊന്ന് തുടങ്ങി വെച്ചായിരുന്നല്ലേ. ഇനി കമ്പാരിസൺ ആണ് ചെയ്യുന്നത് പേപ്പർ ബേസ്ഡ് റെക്കോർഡ്. പേപ്പർ ബേസ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചാർട്ട് വൈസ് ഉണ്ടാക്കുകയും കമ്പ്യൂട്ടറൈസ്ഡ് വരുന്നതിന് മുൻപായിട്ട് ഓരോ പേഷ്യൻസിന്റെയും ഓരോ ചാർട്ടായിരുന്നു. അങ്ങനെ ഉണ്ടോ നിങ്ങൾ ഫയലുകളായിട്ട് അല്ലെ. ഓരോ പേഷ്യൻസിന്റെ വിവരങ്ങളൊക്കെ ഫയലാണ്. ഡോക്ടറുടെ റൂമിൽ നമ്മൾ ചെയ്യുമ്പോൾ ആ ഫയലാണ് വെക്കുന്നത് അല്ലെ. ദെൻ ആ ഫയലിലാണ് ഡോക്ടർ എഴുതുന്നത്. ഇന്ന് അങ്ങനെയല്ല, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡാണ്, കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. ഡോക്ടറുടെ റൂമിൽ കമ്പ്യൂട്ടർ ഉണ്ട്. അപ്പോൾ പേഷ്യൻസിന്റെ വിവരങ്ങളും ട്രീറ്റ്മെന്റും കാര്യങ്ങളെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് വഴിയാണ് ഡോക്ടേഴ്സ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോ ഇനി നമ്മൾ നോക്കുന്നത് കമ്പാരിസൺ ആണ് അല്ലെ. അപ്പോ കമ്പാരിസൺ നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം എന്തൊക്കെയാണെന്ന്, എന്നിട്ട് നിങ്ങൾ അതൊന്ന് വായിക്കാം. ഓക്കെ, സിമ്പിൾ ആയിട്ട് പറയാം എന്തൊക്കെയാണ് കമ്പാരിസൺസിൽ വരുന്നത്. പേപ്പർ ബേസ്ഡ് റെക്കോർഡും ഏതാണ് കുറച്ചും കൂടി കംഫർട്ട് ബെറ്റർ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? EHR ആണോ അല്ലെങ്കിൽ പേപ്പർ ബേസ്ഡ് ആണോ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക? EHR ആണ്. എല്ലാവർക്കും EHR തന്നെയാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ EHR ആണ് ബെറ്റർ എന്ന് പറയുന്നത്? എന്തെങ്കിലും റീസൺ ഉണ്ടാവില്ലേ? നമുക്കൊന്ന് കമ്പാരിസൺ ചെയ്ത് നോക്കാം അല്ലെ. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. ഇലക്ട്രോണിക് EHRഉം അതുപോലെ ടൈം കൺസ്യൂം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ടൈം കൺസ്യൂമിംഗ് ആണ്. എങ്ങനെയാണ്? പേപ്പർ വർക്ക് ആണെങ്കിൽ കുറച്ച് ടൈം കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് എടുക്കും. പക്ഷെ EHR ആണെങ്കിലോ ഈസി ആയിട്ട് നമുക്ക് ടൈം കുറച്ച് സേവ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ നീക്കാൻ സാധിക്കും. ഓക്കെ, രണ്ടാമതായിട്ട് എന്താണ് അവിടെ കമ്പാരിസൺ പറയുന്നത്? പറയും, നിങ്ങൾ തന്നെ പോയിന്റുകൾ പറഞ്ഞേ. ആ സെയിം കാര്യങ്ങളാണ് അതിലുള്ളത്. എന്നിട്ട് നിങ്ങൾ അത് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. നെക്സ്റ്റ് കമ്പാരിസൺ, വേറെ കമ്പാരിസൺ ഒന്നും ഇല്ല രണ്ടും തമ്മില്. ഈസി ആക്സസിബിൾ ആണ്. ഏതാണ് ഈസി ആക്സസിബിൾ? EHR ആണ് അല്ലെ. നമുക്ക് പെട്ടെന്ന് തന്നെ ആ പേഷ്യൻസിന്റെ ID നമ്പർ ഉണ്ടെങ്കിൽ ആ നമ്പർ ഒന്ന് സിസ്റ്റത്തിൽ അടിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു, നമുക്ക് കറക്റ്റ് ആയിട്ട് പേഷ്യൻസിന്റെ ഡീറ്റെയിൽ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും അല്ലെ. പക്ഷെ ഒരു ചാർട്ട് ആണെങ്കിൽ ആ നമ്പർ അനുസരിച്ച് ഈ ചാർട്ട് എവിടെയാണ് ഫയൽ ഇരിക്കുന്നതെന്ന് നമ്മൾ തപ്പി കണ്ടുപിടിക്കണം അല്ലെ. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? എറർ സെക്യൂരിറ്റി അല്ലെ. എറർ എന്താണ്? എററുകൾ EHRലാണോ അല്ലെങ്കിൽ പേപ്പർ ബേസിലാണോ എററുകൾ വരുന്നത് കൂടുതലായിട്ടോ? പേപ്പർ ബേസിലാണ് അല്ലെ. മെഡിക്കേഷൻസുകൾ എഴുതുമ്പോഴോ മറ്റും എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വരാം. പക്ഷെ സിസ്റ്റത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് വന്നാലും അത് തന്നെ എഡിറ്റ് ആയിട്ട് ഓക്കെ ആയിട്ട് പോകും അല്ലെ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട്? വേറെ എന്തൊക്കെ പോയിന്റ് ആ കമ്പാരിസണിൽ പറയാൻ പറ്റുന്നത്? സെക്യൂരിറ്റി അല്ലെ. സെക്യൂരിറ്റി എങ്ങനെയാണ്? സുരക്ഷിതം ഏതാണ് എപ്പോഴും? പേപ്പർ ആണോ അല്ലെങ്കിൽ EHR ആണോ സെക്യൂരിറ്റി കൂടുതലുള്ളത്? ഏതിനായിരിക്കും? EHRനാണ് അല്ലെ. നമ്മള് ലോഗോ പാസ്വേഡ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ മീൻസ് ഡാറ്റയൊക്കെ നമ്മൾ സൂക്ഷിക്കുന്നത് അല്ലെ. പാസ്വേഡ് ഒക്കെ വെച്ചിട്ട് കയറും, പാസ്വേഡ് വെച്ചിട്ട് നമ്മൾ ലോഗിൻ ചെയ്യും. നമ്മൾ FBയും മറ്റൊക്കെ കയറുമ്പോൾ പാസ്വേഡ് വെച്ചിട്ടാണ് ലോഗിൻ ചെയ്യുന്നത്. അതുപോലെ ഇപ്പൊ PSC അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? പാസ്വേഡ് ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യും. ദെൻ നമ്മൾ ഇറങ്ങുമ്പോൾ അത് ലോഗ് ഔട്ട് ചെയ്തിട്ടാണ് ഇറങ്ങുന്നത്. അപ്പൊ അത് സെക്യൂർ ആണ്, സുരക്ഷയാണ് അവിടെ അല്ലെ. അപ്പൊ EHRും അങ്ങനെ തന്നെയാണ്. അവര് സിസ്റ്റത്തിൽ ഓരോ പാസ്വേഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാകും. പിന്നെ ഈ പാസ്വേഡ് ഉപയോഗിക്കുമ്പോൾ അത് സെക്യൂരിറ്റി ആണ്. പേപ്പർ ബേസ്ഡ് ആണെങ്കിൽ ചിലപ്പോൾ അത് ആർക്കെങ്കിലും എടുത്തുകൊണ്ട് പോകാം അല്ലെ, മോഷ്ടിച്ചു കൊണ്ടുപോകാനൊക്കെ ചാൻസ് ഉണ്ട്. എന്തെങ്കിലും തിരുത്തലുകളൊക്കെ വരുത്താനോ അല്ലെങ്കിൽ അത് മോഷ്ടിക്കാനൊക്കെ ഉണ്ട്. നെക്സ്റ്റ് കമ്പാരിസൺ പെട്ടെന്ന് പറഞ്ഞോളൂ കേട്ടോ. പേപ്പർ ലോങ് ലാസ്റ്റിംഗ് അല്ല അല്ലെ. പേപ്പറുകളാവുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത്ര വർഷം പഴക്കം ചെല്ലുമ്പോൾ പേപ്പറുകൾ കീറിപ്പോകാൻ ചാൻസ് ഉണ്ട്, ജയിച്ചു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഏതെങ്കിലും പേജസ് ഒക്കെ മിസ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അല്ലെ.
പക്ഷെ EHR ആവുമ്പോൾ സിസ്റ്റത്തിൽ നിന്ന് പേപ്പർ കയറി പോകുകയൊന്നുമില്ലല്ലോ. അത് എത്ര നാൾ വേണമെങ്കിലും നമുക്കത് സൂക്ഷിക്കാം. സെക്യൂരിറ്റി സുരക്ഷിതത്വം ഉറപ്പ് നൽകുന്നു. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടോ കമ്പാരിസണിനെ വായിക്കുന്നതിൽ ഏതാണ് എളുപ്പം? നമുക്ക് റിപ്പോർട്ട്സുകൾ വായിക്കാനും മനസ്സിലാക്കാനും ഏതാണ്? EHR ആണോ പേപ്പർ ബേസ്ഡ് ആയിരിക്കും നമുക്ക് പെട്ടെന്ന് റീഡ് ചെയ്യാനായിട്ട് എളുപ്പം? EHR ആണ് അല്ലെ. സിസ്റ്റം ബേസ്ഡ് ആവുമ്പോൾ നമുക്കിത് കൃത്യമായിട്ട് വായിക്കാൻ സാധിക്കും അല്ലെ. ഇപ്പൊ ഡോക്ടേഴ്സ് എഴുതുന്നത് നമുക്ക് വായിക്കാം. ഫയലിലാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയ ഡോക്ടേഴ്സിന്റെ ഹാൻഡ് റൈറ്റിംഗ് നമുക്കറിയാലോ, ഒട്ടും തന്നെ വായിക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ അതും കുറച്ചുകൂടി കംഫോർട്ട് എപ്പോഴും EHR തന്നെയാണ്. പിന്നെ എന്തൊക്കെയുണ്ട്? ഒരുവിധം ഡിഫറൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള രഹസ്യരേഖകളൊക്കെ നമുക്ക് കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കാം അല്ലെ. അക്യുറേറ്റ് ഡേറ്റ്, കൃത്യമായിട്ടുള്ള ഒരു ഡേറ്റിലൊക്കെ നമുക്ക് ചെയ്യാം. പിന്നെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇത്ര ഉള്ളോ? ഒരുവിധം പോയിന്റ്സ് ഒക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോയിന്റ്സുകൾ തന്നെയാണ് ഈ കമ്പാരിസൺ വിത്ത് പേപ്പർ ബേസ്ഡ് റെക്കോർഡിൽ പറയുന്നത്. ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഒന്ന് വായിച്ചു നോക്കി. ഇപ്പൊ ഉള്ള മീൻസ് നമ്മൾ അതിനകത്തുള്ള കൺസെപ്റ്റ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. ഇനി നിങ്ങൾ വായിക്കുക. ചിലപ്പോൾ ഞാൻ ആദ്യം അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഒരു എന്താ പറയാ മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് വരും. കാരണം സെന്റൻസുകൾ അങ്ങനെയാണ്. അപ്പൊ എന്താണ് അതിൽ സൂചിപ്പിച്ചിരിക്കുന്നത് അതാണ് ഞാൻ നിങ്ങളെ കൊണ്ട് ഇപ്പോൾ പറയിപ്പിച്ചത്. ഓക്കെ, ഞാൻ വായിക്കാം കേട്ടോ. ശ്രദ്ധിക്കുക, ടീച്ചർ തന്നെ വായിക്കാൻ നോക്കാം. ഫസ്റ്റ് പാരഗ്രാഫ് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. അതായത് ഏറ്റവും കൂടുതൽ പേപ്പർ ബേസിനേക്കാളും കൂടുതൽ EHR തന്നെയാണ് പ്രാധാന്യം എന്നാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംവാദങ്ങൾ. ഇപ്പൊ നമ്മൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോഴും കമ്പാരിസൺ ചെയ്യുമ്പോഴും ഏറ്റവും ബെറ്റർ ഏതാണ്? EHR തന്നെയാണ് അല്ലെ. പല കാര്യങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും EHR ആണ് കംഫോർട്ട്. നോക്കാം, ജസ്റ്റ് വായിച്ചു പോകുന്നുള്ളൂ. നമ്മൾ മീനിങ് ഒക്കെ ഓൾറെഡി പറഞ്ഞതാണ്. The increased transparency, portability and accessibility gained by adoption of electronic medical record may make larger the easy which the amount of which they can accessed by healthcare professionals. Easy ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും അല്ലെ. പോർട്ടബിലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ട്രാൻസ്പെറൻസി ഉണ്ട്. Then but also can enlarge the amount of stolen information by unauthorized persons or untrustworthy users versus paper medical record. അതായത് സ്റ്റോളൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഷ്ടിക്കുക അല്ലെ. ഒരു പേപ്പർ റെക്കോർഡ് എന്ന് പറയുമ്പോൾ പറയുന്നതിന് മുമ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമെന്നാണോ ചോദിക്കുന്നത്? ഓക്കെ, നിങ്ങൾ പറയുന്നത് അത് മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻസ് ഒക്കെ പറയാം. ഓക്കെ, അതായത് എനിക്കറിയാം കാണുമ്പോ കുറച്ച് വലുതായിട്ട് തോന്നും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കൊണ്ട് തന്നെ അതിന്റെ മീനിങ് ഒന്ന് പറയിപ്പിച്ചത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. നിങ്ങൾ ആ പാരഗ്രാഫ് ഒന്ന് വായിക്കുക കേട്ടോ. നിങ്ങൾ തന്നെ സ്വയം ഒന്ന് വായിക്കുക. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിൽ വന്നിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് തന്നെ ഇന്ററാക്ട് ചെയ്ത് ചോദിച്ചത്. ഓക്കെ, ഇത് വായിച്ചു നോക്കിയേ. വായിക്കാം കേട്ടോ, സ്വയം വായിക്കാം. നിങ്ങൾ തന്നെ അത് ടോട്ടലായിട്ടൊന്ന് വായിക്കാം കേട്ടോ. കമ്പാരിസൺ അതിന്റെ ഉള്ളിൽ നിന്നും അങ്ങനെ ഭയങ്കര ടഫായിട്ടുള്ള രീതിയിലൊന്നും ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചതുവരെ ചോദിച്ചിട്ടില്ല. ഏതൊക്കെ രീതിയിൽ ചോദിക്കുന്നു പറയാം കേട്ടോ. ഒന്ന് വായിച്ചു നോക്കാം. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ലേ എന്നൊന്ന് വായിച്ചേ. ജസ്റ്റ് വായിച്ച് ഇതിന്റെ കണ്ടന്റ് നിങ്ങൾ മനസ്സിലാക്കാം. ഇത് ബൈഹാർട്ട് ചെയ്ത് പഠിക്കുന്ന കാര്യം ബുദ്ധിമുട്ടുള്ളതാണ് അല്ലെ. നമ്മൾ പറഞ്ഞ കമ്പാരിസൺ ആശയങ്ങൾ വെച്ച് ഒന്ന് നോക്കാം കേട്ടോ. നമ്മൾ പറഞ്ഞ ഓരോ പോയിന്റ് അതിലുണ്ട്. നോക്കി, ഹാൻഡ് റിട്ടൺ പേപ്പർ നമുക്ക് പൂർലി ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ എററുകളൊക്കെ ഉണ്ടാകും. എങ്കിൽ EHR നമുക്ക് പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാൻ വായിക്കാനൊക്കെ സാധിക്കും അല്ലെ. ദെൻ
പേപ്പർ ഡോക്യുമെന്റ് ആവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റോങ് മെഡിസിൻസിൽ വല്ലതും ഡ്രഗില് തെറ്റായിട്ടുള്ളത് ഇത് വരാം, ഡോസുകളിൽ എററുകൾ സംഭവിക്കാം അല്ലെ. അതിനാൽ 55 to 83% ഓഫ് ഓൺലൈൻ ആണെന്നുണ്ട്. EHR ആണ് നമ്മൾ ഒരു 55% തുടങ്ങി 83% വരെ ഇപ്പോൾ ലഭ്യമാകുന്നത് EHR ആണ്. ഓവറോൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചുരുക്കി പറഞ്ഞതേ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചില്ലാവരോ? ഓക്കെ, നമ്മൾ പറഞ്ഞ എല്ലാ പോയിന്റ്സും ഇൻക്ലൂഡഡ് ആണോ? നമ്മൾ കമ്പാരിസൺ പറഞ്ഞ പോയിന്റ്സുകളൊക്കെ തന്നെയല്ലേ ഇതിൽ വരുന്നത്? ആണോ? ഓക്കെ, ജസ്റ്റ് അതൊന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് നോക്കിയേ, യൂസ്ഫുൾനെസ് ഫോർ പേഷ്യൻസ്. Sharing their electronic health records with the people who have type 2 diabetes help them to reduce the blood sugar levels. It is mean of helping people understand their own health conditions and making them involved actively in this management. അല്ലെ, അതായത് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് പീപ്പിൾസിന് പേഷ്യൻസിന് ഷെയർ ചെയ്യുകയാണെങ്കിൽ, അവർക്ക് ഒരു എക്സാമ്പിൾ പറയണേ, ഇപ്പൊ ഒരു ഷുഗർ പേഷ്യൻസ് ആണ്, അപ്പോ ആ പേഷ്യൻസിന്റെ ഓരോ ഷുഗർ ലെവൽ ഓരോ മന്തിൽ വരുമ്പോൾ ഒരു ടെസ്റ്റ് ചെയ്യും അല്ലെ. അപ്പോ ഈ റിസൾട്ടുകളൊക്കെ പേഷ്യൻസിന് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അതനുസരിച്ച് ഫുഡ് കൺട്രോൾ ഒക്കെ ചെയ്ത് അവരുടെ ഷുഗർ ലെവല് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവുകയാണ് കേട്ടോ. നോക്കുക, ഇനി നമ്മൾ പറയുന്നത് ഹോസ്പിറ്റലുകളിലെ ഈ കമ്പ്യൂട്ടറൈസ്ഡ് ആണെന്ന് പറഞ്ഞു. ഏതെല്ലാം വിഭാഗത്തിലാണ് കമ്പ്യൂട്ടറൈസ്ഡ് ആയിരിക്കുന്നത്? ഏതെല്ലാം ഡിപ്പാർട്ട്മെന്റുകളിലാണ്? എവിടേക്കാണ് കമ്പ്യൂട്ടർ സിസ്റ്റം വന്നിരിക്കുന്നത്? ലബോറട്ടറി, പിന്നെ എവിടേക്കാണ്? ഫാർമസി, റിസപ്ഷൻ, റേഡിയോളജി, ഡോക്ടേഴ്സിന്റെ റൂമിലില്ലേ? ഉണ്ടോ? ഡോക്ടേഴ്സ് റൂമിലില്ലേ? റിസപ്ഷനില് ഡോക്ടേഴ്സിന്റെ റൂമുകള്, പിന്നെ ഇൻവെന്ററി സ്റ്റോക്കിന്റെ ഒക്കെ റൂമുകള് അല്ലെ. അപ്പൊ ഇനി നമ്മൾ നോക്കുന്നത് ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും ഓരോ സിസ്റ്റത്തിനെ കുറിച്ചാണ്, ആ കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റത്തിനെ കുറിച്ചാണ് പറയുന്നത്. സിമ്പിൾ ആക്കി നമുക്കത് വായിക്കാം കേട്ടോ. അപ്പൊ ആദ്യം നമ്മൾ പറയുന്നത് ലബോറട്ടറി ഇൻഫോർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം, LIMS. അണ്ടർലൈൻ ചെയ്യുന്നു കേട്ടോ. A laboratory information management system, LIMS, sometimes 3 പേരിൽ അറിയപ്പെടുന്നു. അതായത് ഒന്ന് LIMS, ലബോറട്ടറി ഇൻഫോർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. രണ്ടാമത് LIS, ലബോറട്ടറി ഇൻഫോർമേഷൻ സിസ്റ്റം. LMS, ലബോറട്ടറി മാനേജ്മെന്റ് സിസ്റ്റം. മൂന്നും പഠിക്കുക. എക്സ്പാൻഡഡ് ഫോം എക്സാമ്പിൾ വരും, ഏതെങ്കിലും തരത്തിൽ ചോദിക്കാം. ചിലപ്പോ LIMS എന്നായിരിക്കാം, അല്ലെങ്കിൽ LIS ചോദിക്കാം, or LMS ചോദിക്കാം. ഓക്കെ, അപ്പൊ മൂന്നും എക്സ്പാൻഡഡ് ഫോം പഠിക്കാം. എന്തൊക്കെയായിരിക്കും അപ്പൊ ഒരു ലബോറട്ടറി ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാര്യങ്ങള്? എന്തൊക്കെയായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളല്ലേ. എന്തൊക്കെയായിരിക്കും ഒരു ലബോറട്ടറിയില, ഒരു ലാബിലെ സിസ്റ്റത്തില് എന്തെല്ലാം കാര്യങ്ങളായിരിക്കും അവർ എൻട്രി ചെയ്യുന്നത്? എന്തൊക്കെയാണ് ലബോറട്ടറിയില്? പെട്ടെന്ന് പറയാട്ടോ. എന്തൊക്കെയായിരുന്നു ലബോറട്ടറിയിൽ വരുന്ന ടെസ്റ്റുകളുടെ ഡീറ്റെയിൽസ്, കളക്ഷൻസിന്റെ ഡീറ്റെയിൽസ്, സാമ്പിളുകള്, പേഷ്യന്റിന്റെ നെയിം, ഏത് ടെസ്റ്റ് ആണോ, റിസൾട്ടുകള്, ബില്ലിങ് അല്ലെ, റിപ്പോർട്ടുകള്, ഇതൊക്കെയാണ് നമ്മൾ ഒരു ലബോറട്ടറി ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ വരുന്നത്. ഓക്കെ, ഇതാണ് ഇവിടെ പറയുന്നത്. നോക്കാം. Is a software-based solution with features that give support to modern laboratory operations. Laboratory പ്രവർത്തനങ്ങളൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. Key features include but are limited to workflow, data tracking support. അല്ലെ, ഒരു ഡാറ്റ ട്രാക്കിംഗ് ഒക്കെ ഉണ്ട്. Then flexible architecture and data exchange interface fully support its use in regulated environments. അല്ലെ, എൻവയോൺമെന്റിന് ഒരു റെഗുലേറ്റഡ് ആയിട്ട് തന്നെ, ഒരു നിയന്ത്രിത പരിസ്ഥിതിക്കുള്ളിൽ തന്നെയാണ് അതിന്റെ ഉപയോഗം. അതായത്
നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഒരു പേഷ്യൻസിന്റെ വിവരങ്ങൾ, ടെസ്റ്റുകൾ, റിസൾട്ടുകൾ, ഏതൊക്കെ ടെസ്റ്റുകളാണ് ചെയ്തത്, ആ ഡേറ്റ്, റിസൾട്ട് വന്ന ഡേറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ LIMS ഉൾക്കൊള്ളുന്നത്. ഓക്കെ, സിമ്പിൾ ആയിട്ട് പറഞ്ഞാണ് കേട്ടോ. LIMS എന്ന് പറഞ്ഞാല് ലബോറട്ടറിയിൽ വരുന്ന പേഷ്യൻസിന്റെ ഡീറ്റെയിലുകൾ, പേഷ്യൻസിന്റെ ടെസ്റ്റുകളുടെ റിസൾട്ടുകൾ, ഇതൊക്കെയാണ് ആ ഒരു സിസ്റ്റത്തിൽ നമ്മൾ എൻട്രി ചെയ്യുന്നത്. ഇനി താഴെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ലബോറട്ടറി സിസ്റ്റം എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ സാമ്പിൾ അല്ലെ. സാമ്പിൾ നമ്മൾ കളക്ട് ചെയ്തു, ദെൻ സാമ്പിൾ ലോഗിൻ ചെയ്തു. അതായത് നമ്മൾ ഇന്ന സാമ്പിൾ ആണ്, പേഷ്യൻസിന്റെ പേരുകളും ഡീറ്റെയിൽസ് ഒക്കെ എഴുതി സാമ്പിൾ എഴുതി. ദെൻ ജോബ് അസസ്മെന്റ്, അതായത് പേഷ്യൻസിന്റെ വിവരങ്ങളൊക്കെ നമ്മൾ എഴുതുന്നു. ദെൻ ട്രാക്കിംഗ് ദ പ്രോഗ്രസ് അല്ലെ, റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് പ്രോസസ് നടന്നുകൊണ്ടിരിക്കുന്നു. ദെൻ ഡാറ്റ എൻട്രി, ദെൻ റിസൾട്ടുകൾ വന്നു. ഡാറ്റ വാലിഡേഷൻ അല്ലെ, നമ്മൾ റിസൾട്ട് വാലിഡേറ്റ് ചെയ്തു. ദെൻ റിസൾട്ട് റിപ്പോർട്ടിംഗ്, പ്രിന്റഡ് ആയിട്ട് നമ്മൾ റിസൾട്ട് വരുന്നു. ഓക്കെ, ഇതൊരു ഫ്ലോ ചാർട്ട് ആണ്. ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കണം, ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. എക്സാമിന് ചിലപ്പോ ഏതെങ്കിലും ഭാഗം വിട്ടുപോയതായിട്ട് ചോദിക്കാം. ഒന്ന് സ്റ്റാർ മാർക്ക് ഇട്ടോളൂ, ബോക്സ് ഒന്ന് സ്റ്റാർ മാർക്ക് ചെയ്യാം കേട്ടോ. ഞാൻ പറയുമ്പോ അതുപോലെ തന്നെ ചെയ്ത് പോയിക്കോളണം കേട്ടോ, അല്ലെങ്കിൽ അത് വിട്ടുപോകും പിന്നീട്. ഓക്കെ, ഇതൊന്ന് സ്റ്റാർ ചെയ്തിട്ടോളൂ. സ്റ്റാർ ചെയ്യാന്ന് വെച്ചാൽ ഇമ്പോർട്ടന്റ് എന്ന് സൂചിപ്പിക്കാനായിട്ട്. ഓക്കെ, അപ്പോ LIS ആണ് നോക്കിയത്. അപ്പൊ അതിൽ അത്രയും കാര്യങ്ങളൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത്. മാക്സിമം ഷോർട്ട് ആക്കി പറയുന്നതിന് ഞാൻ സിമ്പിൾ ആയിട്ട് പറയാനാണ്. ദെൻ അതിന്റെ ഒരു മോഡലാണ് തന്നിരിക്കുന്നത് കണ്ടോ. ഇങ്ങനെയാണ് ഒരു ലബോറട്ടറിയിലെ ഒരു പേഷ്യൻസിന്റെ ഒരു ചാർട്ട് എന്ന് പറയുന്നത്. അതില് ഫസ്റ്റ് വൺ ഇവിടെ നമ്മൾ പേഷ്യൻസിന്റെ പേരും ഐഡിയും കാര്യങ്ങളൊക്കെ എഴുതും. ദെൻ ഇത് ടെസ്റ്റുകളുടെ റിസൾട്ടുകളൊക്കെയാണ് കണ്ടോ, റിസൾട്ടുകളൊക്കെയാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഒരു LIS ഉൾപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? LIS എന്താണെന്ന് ക്ലിയർ ആണോ? ലബോറട്ടറിയിലെ ഡീറ്റെയിൽസ് ആണ് അവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. വേറെ ഒരു കാര്യങ്ങളും അവരതിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. ദെൻ അടുത്തതായിട്ട് പറയുന്നത് റേഡിയോളജിക്കൽ ഇൻഫോർമേഷൻ സിസ്റ്റം. നമ്മൾ പറഞ്ഞു റേഡിയോളജിക്കൽ വിഭാഗത്തിൽ അവിടെയും കമ്പ്യൂട്ടർ സിസ്റ്റം ഉണ്ട് അല്ലെ. അവിടെയും എന്തൊക്കെയായിരിക്കും ചെയ്യുന്നത്, ഈ പേഷ്യന്റ് അവിടെ വരുന്ന പേഷ്യൻസ് ഇപ്പൊ എക്സ്റേയും മറ്റും MRIയോ അങ്ങനെയൊക്കെ എടുക്കുന്ന പേഷ്യൻസുകളുടെ ഡീറ്റെയിൽസുകൾ, ഏതാണോ അവർ ടെസ്റ്റ് ചെയ്യുന്നത് ആ ടെസ്റ്റുകളുടെ ഡീറ്റെയിൽ, ആ ടെസ്റ്റുകളുടെ റിസൾട്ടുകൾ, ഇവയൊക്കെയാണ് നമ്മുടെ റേഡിയോളജി ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ വരുന്നത്. നോക്കാം, ഈ റേഡിയോളജി ഇൻഫോർമേഷൻ സിസ്റ്റം RIS അണ്ടർലൈൻ ചെയ്യാം. എക്സ്പാൻഡഡ് ഫോം ചോദിക്കും. RIS is the system core system for electronic management of imaging department. ഇമേജിംഗ് ഡിപ്പാർട്ട്മെന്റുകളുടെ ഏതൊക്കെയാണ് ഇമേജിംഗ് ഡിപ്പാർട്ട്മെന്റുകൾ എന്ന് പറയുന്നത്? ഇമേജിംഗ് ഡിപ്പാർട്ട്മെന്റ് ഏതൊക്കെയാണ് ഇമേജിംഗ് ഡിപ്പാർട്ട്മെന്റ്? ഒന്നുമില്ല. ഇമേജിംഗ് ഡിപ്പാർട്ട്മെന്റ് എക്സ്റേ, CT, MRI, സ്കാനിങ്ങുകൾ അല്ലെ, ഇതൊക്കെയാണ് ഇമേജിംഗ്. അപ്പോ ഇങ്ങനെയുള്ള ഇമേജിംഗ് ഡിപ്പാർട്ട്മെന്റുകളുടെ ഡീറ്റെയിൽസും ആണ് നമ്മൾ ഇലക്ട്രോണിക് ആയിട്ട് റേഡിയോളജി ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു സെക്ഷന്റെ ഇമേജിനറി ഡിപ്പാർട്ട്മെന്റിന്റെ സെക്ഷന്റെ ഡീറ്റെയിൽസ്, അവിടെ വരുന്ന പേഷ്യൻസ്, അവർ ഏത് ടെസ്റ്റ് ആണോ ചെയ്യുന്നത് അതിന്റെ ഇമേജിനറി ഫങ്ഷൻസ് ഒക്കെയാണ് RIS ചെയ്യുന്നത്. The major functions of RIS can consist of, underline ചെയ്യാട്ടോ, RIS ന്റെ മേജർ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? പേഷ്യന്റ് ഷെഡ്യൂളിംഗ്, റിസോഴ്സ് മാനേജ്മെന്റ്, എക്സാമിനേഷൻ പെർഫോമൻസ്. എക്സാമിനേഷൻ എന്ന് വെച്ചാൽ ഇപ്പോ നമ്മൾ സ്കാൻ ചെയ്തു, അത് എക്സാമിനേഷൻ ചെയ്തു, അതിന്റെ റിസൾട്ട് വരുന്നു അല്ലെ. ഇമേജ് രൂപേണയാണ് നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്നും അതിന്റെ റിസൾട്ട് ലഭിക്കുന്നത്. ദെൻ ട്രാക്ക് ചെയ്യാം, റിപ്പോർട്ടിംഗ്, റിസൾട്ട് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പ്രൊസീജിയർ, ബില്ലിംഗ് പ്രോസസ്. ഇത്രയുമാണ് ഒരു RIS വഴി ചെയ്യുന്നത്. RIS complements HIS, ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം. HIS അറിയാലോ. ആൻഡ് PACS, പിക്ചർ ആർക്കൈവിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. PACS എന്താണെന്ന് അറിയാമോ? അതായത് ഇമേജ് കൊടുക്കുന്നത്, മെഡിക്കൽ ഇമേജുകൾ നമ്മൾക്ക് കമ്പ്യൂട്ടറിൽ നിന്നല്ല നമുക്ക് ലഭിക്കുന്നത്. ഇപ്പൊ സ്കാനിങ്ങിന്റെ ഒക്കെ റിപ്പോർട്ട് കമ്പ്യൂട്ടർ വഴിയല്ലേ നമുക്ക് ആ ഒരു സ്കാനിങ് പിക്ചർ കിട്ടുന്നത് ആണോ? സ്കാൻ ചെയ്യുമ്പോഴേ ഡോക്ടർ ഇങ്ങനെ കമ്പ്യൂട്ടറിലോട്ട് കണക്ട് ചെയ്തിട്ടല്ലേ ഇരിക്കുന്നത് ആ സ്കാനിങ്ങിന്റെ മെഷീൻ അല്ലെ. അപ്പോൾ കമ്പ്യൂട്ടറിലാണ് നമുക്ക് ആ പിക്ചർ ലഭിക്കുന്നത്. അതാണ് PACS എന്ന് ഉദ്ദേശിക്കുന്നത്.
ഓക്കെ മെഡിക്കൽ ഇമേജ് PACS മെഡിക്കൽ ഇമേജ് കേട്ടോ. സോഫ്റ്റ്വെയറിൽ കിട്ടില്ലേ അത് ഒന്ന് എഴുതി വെച്ചോളൂ. അതിന്റെ മീതെ ഒന്ന് മെഡിക്കൽ ഇമേജ് എന്ന് എഴുതാം കേട്ടോ. PACSന്റെ മുകളിലായിട്ട് മെഡിക്കൽ ഇമേജ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മെഡിക്കൽ ഇമേജ്. ഓക്കെ, ഇനി അതിന്റെ താഴെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഏകദേശം എങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രോസസ്സ് നടക്കുന്നതെന്ന് കേട്ടോ. ഫസ്റ്റ് വൺ ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം അല്ലെ. ഒരു പേഷ്യന്റ് ആദ്യം വരുമ്പോൾ നമ്മൾ പറഞ്ഞു റിസപ്ഷനിൽ കമ്പ്യൂട്ടർ ഒക്കെ ഉണ്ടല്ലോ. അവിടെ ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ ആ പേഷ്യന്റിന്റെ പേരും ഐഡിയും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ എഴുതി ഏത് ഡോക്ടറെയാണ് കാണുന്നത് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അവർ അവിടെ ഓൾറെഡി HISൽ ഇൻക്ലൂഡഡ് ആണ്. ദെൻ അതിൽ നിന്നും വീണ്ടും നമ്മൾ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലോട്ട് ആ പേഷ്യന്റ് വരുമ്പോൾ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലും എന്ത് ചെയ്യുന്നു, RISലും ആ പേഷ്യന്റിന്റെ പേരും ഐഡിയും കാര്യങ്ങളൊക്കെ വീണ്ടും അവര് എൻട്രി ചെയ്യുന്നു. ദെൻ PACS അല്ലെ, റാങ്ക് ടെസ്റ്റുകൾ ചെയ്തു. അപ്പോ PACS കിട്ടി. PACS എന്ന് വെച്ചാൽ എന്താണ്, മെഡിക്കൽ ഇമാജിനറി. ചിലപ്പോൾ എക്സ്റേ ആകാം, ഏത് ഇമേജ് ആയിക്കൊള്ളട്ടെ അതിന്റെ ഒരു ഇമേജിന് കിട്ടി. മൂന്നാമതായിട്ട് DICOM. എന്താ DICOM എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിക്കോം എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മൾ എടുക്കുന്ന ഇമേജ് ഏതാണോ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ആ ഒബ്ജക്റ്റ്. ഇപ്പൊ നിങ്ങൾ ECG ആണെങ്കിൽ നമ്മൾ ECG എന്ന് എഴുതും, ഷോർട്ട് ആക്കിയിട്ടാണല്ലോ എഴുതുന്നത്. അതുപോലെ തന്നെ പിന്നെ എന്താണ്, ഇപ്പൊ ബയോമാഗ്നറ്റിക് ഒക്കെ ആണെങ്കിൽ BA എന്ന് എഴുതും. ഇപ്പൊ ECG ഇലക്ട്രോകാർഡിയോ എക്സ്റേ ആണെങ്കിൽ എക്സ്റേ എന്ന് തന്നെ എഴുതാം. അങ്ങനെയുള്ള ഓരോ സെക്ഷൻ MRI അല്ലെ, അല്ലെങ്കിൽ എന്താണ് CT ഏതാണോ നമ്മൾ എടുക്കുന്നത് അതിനെയാണ് നമ്മൾ ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത്. ആ രീതി കണ്ടോ. ഡിക്കോം മൊഡാലിറ്റീസ് അല്ലെ. മോഡാലിറ്റീസ് മീൻസ് അതൊരു ഒബ്ജക്റ്റ് എഴുതാം ഏതാണോ നമ്മൾ എടുക്കുന്നത്. ഇപ്പൊ എക്സ്റേ ആണോ ECG ആണോ എന്താണെന്നുള്ളത്. ദെൻ റിപ്പോർട്ടിംഗ് വർക്ക് സ്റ്റേഷൻ, നമ്മൾ അതിന്റെ റിസൾട്ടുകൾ വരികയാണ് കേട്ടോ. റിസൾട്ടുകൾ ലഭിക്കുന്നു, ഇമേജിന് കിട്ടി. അതിന്റെ റിസൾട്ട് നമ്മൾ പ്രിന്റ് ഔട്ട് എടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് പിക്ചർ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഫസ്റ്റ് പിക്ചർ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആണ്, സ്റ്റാർ മാർക്ക് കൊടുക്കണം. ഇത് ജസ്റ്റ് എന്നാ ഒരു പ്രോസസ്സ് മാത്രം അതിനകത്ത് പറയുന്നുള്ളൂ. ഓക്കെ, എന്താണെന്നുള്ളത് ഇത്രയേ ഉള്ളൂ. RIS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമേജിംഗ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഒരു പേഷ്യൻസിന്റെ കാര്യങ്ങളാണ് നമ്മൾ RISൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? RIS ഇപ്പൊ എക്സ്റേ എടുക്കാനോ സ്കാനിങ്ങിനോ അങ്ങനെയൊക്കെ ഒരു വരുന്നതാണ് കേട്ടോ. നിങ്ങളൊന്ന് വായിച്ചു നോക്കി, ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. DICOMന്റെ ആണോ ഫുൾ ഫോം? അങ്ങനെ ഇതുവരെ ചോദിച്ചിട്ടില്ല അത്, കാരണം അത് ആ ഒരു ഒബ്ജക്റ്റിനെയൊക്കെ ഡിനോട്ട് ചെയ്യുന്നത് എന്നാണ് അതിന്റെ മീനിങ് കേട്ടോ. ഡിക്കോം ഫുൾ ഫോം വേണമെങ്കിൽ ഒന്ന് എഴുതി എടുത്തോളൂ. ഇതുവരെ ചോദിച്ചിട്ടില്ല, ഒന്ന് എഴുതി വെച്ചോളൂ. എന്തായാലും നിങ്ങൾ ചോദിച്ചതല്ലേ. ഡിജിറ്റൽ ഇമേജിംഗ് എഴുതാം. ഡിജിറ്റൽ ഇമേജിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇൻ മെഡിസിൻ. ഡിജിറ്റൽ ഇമേജിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇൻ മെഡിസിൻ എഴുതി വെച്ചോളൂ. ചോദിച്ചാൽ ഇല്ലെങ്കിലും ഇരുന്നോട്ടെ. ചോദിച്ചിട്ടില്ല ഇതുവരെ, അതാണ് ഞാൻ വേണ്ടി എടുത്ത് പറയാണ്ടിരുന്നത് കേട്ടോ. ഡിജിറ്റൽ ഇമേജിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇൻ മെഡിസിൻ. ഓക്കെ, ഇനി ഫീച്ചേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഫീച്ചേഴ്സ് കുറച്ചധികം ഉണ്ട്. പറ്റുന്ന പോലെ ജസ്റ്റ് ഒന്ന് വായിക്കുക, സ്കിപ്പ് ചെയ്യണ്ട, പറ്റുന്ന പോലെ പഠിക്കുക കേട്ടോ. ഈ ചാർട്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് വായിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ കേട്ടോ. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല. ഓക്കെ, അത് നിങ്ങളൊന്ന് ആ പ്രോസസ്സ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയാണെന്നുള്ളത്. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ ആദ്യം ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ റിസപ്ഷനിൽ വരുമ്പോൾ അവിടെ നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ എൻട്രി ചെയ്തിട്ടുണ്ടാകും. ദെൻ നമ്മൾ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ വരെയാണ്, അവിടെയും നമ്മളുടെ പേരും ഡീറ്റെയിൽ എഴുതുന്നു. ദെൻ അതിന്റെ ഇമേജ് കിട്ടി, ദെൻ റിസൾട്ട് ആവുന്നത്. അത്രയേ ഉള്ളൂ. ആ ഒരു പ്രോസസ് ആണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ബേസിക് ഫീച്ചേഴ്സ് ആണ്. ഈ റേഡിയോളജി ഇൻഫോർമേഷൻ സിസ്റ്റത്തിന്റെ ഫീച്ചേഴ്സുകൾ എന്തൊക്കെയാണെന്ന് അത് പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ്.
ആ പോയിന്റുകൾ മാത്രം അതുപോലെ തന്നെ ഒന്ന് പഠിക്കുക. ഓക്കെ, മീൻസ് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല, ജസ്റ്റ് ആ പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്നത് ഒന്ന് വായിക്കാം. അതുപോലെ പറ്റുന്ന പോലെ ഒരു 5 പോയിന്റ് എങ്കിലും 5 പോയിന്റ് എങ്കിലും ഓർത്തിരിക്കാൻ പാകത്തിന് പഠിക്കുക. ഓക്കെ, നോക്കാം. പേഷ്യന്റ് രജിസ്ട്രേഷൻ ആൻഡ് ഷെഡ്യൂളിംഗ്, പേഷ്യന്റ് ലിസ്റ്റ് മാനേജ്മെന്റ്, മൊഡാലിറ്റി ഇന്റർഫേസ് യൂസിങ് വർക്ക് ലിസ്റ്റ്. മൊഡാലിറ്റി എന്ന് വെച്ചാൽ രീതികൾ, പല ഡിഫറെന്റ് ആയിട്ടുള്ള MRI അല്ലെങ്കിൽ CT അങ്ങനെയുള്ള രീതികൾ. വർക്ക് ഫ്ലോ മാനേജ്മെന്റ് വിത്തിൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റേഡിയോളജി, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായിട്ടൊരു വർക്ക് ഫ്ലോ ഉണ്ട്. റിക്വസ്റ്റ് ആൻഡ് ഡോക്യുമെന്റ് സ്കാനിങ്, സ്കാനിങ്ങുകളുടെ റിക്വസ്റ്റുകളും ഡോക്യുമെന്റ്സും. റിസൾട്ട് എൻട്രി, ഡിജിറ്റൽ റിപ്പോർട്ടിംഗ്, printable like patient letters and printed reports. Result transmission via integration or emailing clinical reports. Means reports നമുക്ക് മെയിൽ ഒക്കെ ചെയ്യാവുന്നത്. Patient tracking, interactive documents, creation of technical files, modality and material management, consent management. കൺസെന്റുകളിലെ അതായത് നമ്മൾ കൺസെന്റ് ചെയ്യില്ലേ, ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിനുള്ള ഒരു പേഷ്യന്റിന്റെ കൺസെന്റ് ഒരു ഫോം ഒക്കെ ഉണ്ടാകുമല്ലോ, അങ്ങനെയുള്ളത്. ഇത്രയുമാണ് ബേസിക് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ജസ്റ്റ് പോയിന്റ് പഠിക്കാൻ പറ്റുവാണെങ്കിൽ ബൈ ഹാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് 1-2 പ്രാവശ്യമെങ്കിലും വായിക്കുക, സ്കിപ്പ് ചെയ്ത് കളയാത്ത രീതിയിൽ വായിക്കുക. ഇൻ കേസ് ചോദിക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 പ്രാവശ്യം വായിച്ചിട്ടുണ്ടെങ്കിൽ ഗസ്റ്റ് അടിക്കാനെങ്കിലും പറ്റും അല്ലെ. ഒന്നും വായിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അത് കറക്റ്റ് ഗസ്റ്റ് അടിക്കാൻ നിന്നൊരു കാര്യമില്ല. അപ്പൊ എന്ത് ചെയ്യാ, 2-3 പ്രാവശ്യം വായിക്കുക. ബൈ ഹാർട്ട് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പോയിന്റ് ആണ് അല്ലെ, എങ്കിലും കുഴപ്പമില്ല, അത്യാവശ്യം ഒന്ന് വായിക്കുക നിങ്ങൾ. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് CPOE, കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി. നമ്മൾ പറഞ്ഞില്ലേ ഡോക്ടേഴ്സിന്റെ റൂമിൽ ഉണ്ടാവുന്ന, ഡോക്ടേഴ്സിന്റെ റൂമിലില്ലേ കമ്പ്യൂട്ടർ കണ്ടിട്ടുണ്ടോ? എന്തൊക്കെയാണ് അതിൽ നമ്മൾ എൻട്രി ചെയ്യുന്നത്? ഡോക്ടേഴ്സിന്റെ റൂമിലെ സിസ്റ്റത്തിന്റെ കാര്യമാണ് കേട്ടോ ഈ പറയുന്നത്. ഫിസിഷ്യൻ ഓർഡർ എൻട്രി, എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ഡോക്ടർ അതിൽ എൻട്രി ചെയ്യുന്നത്? നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചെന്നു, ഡോക്ടറിന്റെ റൂമിൽ ഇരുന്നു, ആലോചിച്ച് നോക്കിയേ. ഡോക്ടർ നമ്പർ, നെയിം, ഏജ്, ഡിസീസ്, മെഡിസിൻ അല്ലെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഡോക്ടറിന്റെ മുന്നിലിരിക്കുന്ന കമ്പ്യൂട്ടറിൽ എൻട്രി ചെയ്യുന്നത്. നോക്കാം, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അത്രയുള്ള ഈ പോയിന്റ്സിലും പറയുന്നത് കേട്ടോ. നോക്കാം. കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻസ് ഓർഡർ എൻട്രി, ദാറ്റ് ഈസ് CPOE. അണ്ടർലൈൻ ചെയ്യാം. ഒത്തിരി ഫുൾ ഫോമുകൾ വരുന്നുണ്ട് കേട്ടോ, നോട്ട് ചെയ്ത് വെക്കണേ, ഫുൾ ഫോമുകൾ വരുന്നുണ്ട്. അതർവൈസ് നോൺ ആസ് കമ്പ്യൂട്ടറൈസ്ഡ് പ്രൊവൈഡർ ഓർ കമ്പ്യൂട്ടറൈസ്ഡ് പ്രാക്ടീഷണർ ഓർഡർ എൻട്രി. കണ്ടോ, ഒരെണ്ണത്തിന് തന്നെ 3 ടൈപ്പിൽ പറയുന്നുണ്ട്. അപ്പൊ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. CPOE എന്നാണ് നമ്മൾ മെയിൻ ആയിട്ട് പറയുക, അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് പ്രൊവൈഡർ ഓർഡർ എന്ന് പറയാം, കമ്പ്യൂട്ടറൈസ്ഡ് പ്രാക്ടീഷണർ ഓർഡർ എൻട്രി. 3 ടൈപ്പിൽ പറയുന്നുണ്ട്. എല്ലാം 3 ടൈപ്പില് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നതാണ് അല്ലെ. അപ്പൊ അത് പഠിച്ചു വെക്കാം, എന്തായാലും എക്സ്പാൻഡ് ഫോം ചോദിക്കുമല്ലോ. Then refers to the process of a medical professional entering and sending medication orders and treatment instruction electronically by way of computer application instead of on paper chart. അല്ലെ, നമ്മൾ പറഞ്ഞു, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ഒരു പേഷ്യൻസിനെ സംബന്ധിക്കുന്ന പേഷ്യൻസിന്റെ വിവരങ്ങള്, ട്രീറ്റ്മെന്റ് ഇൻസ്ട്രക്ഷൻസ് അല്ലെ, ചികിത്സയുടെ വിവരങ്ങള്, അതുപോലെ തന്നെ മെഡിക്കേഷൻ ഓർഡേഴ്സ്, മരുന്നുകള്, ഇതൊക്കെയാണ് ഒരു ഫിസിഷ്യൻ ആ ഒരു ഫിസിഷ്യന്റെ റൂമിലെ കമ്പ്യൂട്ടറിൽ എൻട്രി ചെയ്യുന്ന കാര്യങ്ങള്. ഓക്കെ, ക്ലിയർ ആണോ? CPOE എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ. ഇതിലാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ അതിന്റെ ഒരു മോഡൽ തന്നിട്ടുണ്ട്, കണ്ടോ. ഇങ്ങനെയാണ് കേട്ടോ ഒരു ഡോക്ടറിന്റെ റൂമിലെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ വരുന്നത്. അപ്പൊ ഇവിടെ നമ്മള് ട്രീറ്റ്മെന്റിന്റെ വിവരങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ഇത് പേഷ്യൻസിനെ സംബന്ധിച്ചിട്ടുള്ള ഡീറ്റെയിൽസ്. ദെൻ ട്രീറ്റ്മെന്റിന്റെ വിവരങ്ങള്, ലാബ് ടെസ്റ്റുകളുടെ റിഹാബിലിറ്റേഷൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ, ദെൻ ഡയറക്ട്സ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടെങ്കിൽ ദെൻ ആക്ടിവിറ്റീസ്, മറ്റ് പ്രവർത്തനങ്ങൾ, അത് കൃത്യമായിട്ടും ഡേറ്റും ടൈമും കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കി, CPO ഇന്റഗ്രേഷൻ ആൻഡ് വർക്ക് ഫ്ലോ. അതൊക്കെ ഒരു ഫ്ലോ ചാർട്ട് ആണ്, ശ്രദ്ധിക്കുക.
ഫ്ലോ ചാർട്ട് ശ്രദ്ധിക്കുക കേട്ടോ. വായിക്കാൻ പറ്റുന്നുണ്ടോ? ചെറിയ രീതിയിലാണ്, അത് കുഴപ്പമില്ല. CPOE സിസ്റ്റം എന്തൊക്കെയാണ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്നേ. പേഷ്യന്റിന്റെ ഇൻഫോർമേഷൻസ് എഴുതും. CDSS സിസ്റ്റം അല്ലെ. CDSS എന്ന് വെച്ചാൽ എന്താ? ചികിത്സാപരമായിട്ടുള്ള ഡീറ്റെയിൽസുകൾ എഴുതുന്നു. ഫുൾ ഫോം വേണോ എന്ന് എഴുതിയെടുത്തോ. CDSS ക്ലിനിക്കൽ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. ക്ലിനിക്കൽ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. ട്രീറ്റ്മെന്റ്സിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ്. ദെൻ അതില് ഡ്രഗ് ഇന്ററാക്ഷൻസ്, ഡോസേജ്, അലർജി ചെക്കിങ്. ദെൻ പ്രിസ്ക്രിപ്ഷൻ, ടെസ്റ്റുകളുടെ ഓർഡേഴ്സ് കൊടുക്കുന്നത്. ദെൻ പ്രീ അപ്രൂവൽ ബൈ ഹെൽത്ത് പ്ലാൻസ്. ദെൻ ഫാർമസി, ലബോറട്ടറി, റേഡിയോളജി സെന്റർ. ഇപ്പൊ പേഷ്യന്റ് ഫാർമസിയിലേക്കാണോ അല്ലെങ്കിൽ ടെസ്റ്റുകൾക്കാണെങ്കിൽ ലബോറട്ടറിയിലേക്ക് അയക്കുന്നു. ദെൻ റേഡിയോളജി സെന്ററിലേക്ക് അയക്കുന്നു. ഓക്കെ, ജസ്റ്റ് ഒരു മോഡൽ കൊടുത്തിരിക്കുന്നുള്ളൂ. അതൊന്ന് വായിച്ച് മനസ്സിലാക്കാം കേട്ടോ. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. ഇപ്പൊ കമ്പ്യൂട്ടറൈസ്ഡിൽ പ്രധാനമായിട്ട് വരുന്നത് ഒരു പേഷ്യൻസിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റും അവരുടെ മെഡിസിൻസ് ഒക്കെയാണ് നമ്മൾ എൻട്രി ചെയ്യുന്നത്. ക്ലിയർ ആണോ? വായിച്ചു നോക്കണോ? വായിച്ചു നോക്കിയേ. CPOE. ഫുൾ ഫോം പഠിക്കണോട്ടോ. നമ്മൾ ഓരോ പോയിന്റ് വായിക്കുമ്പോൾ അതിൽ ഫസ്റ്റ്ലി വരുന്നത് ഫുൾ ഫോം ആണ്. അപ്പൊ അത് എന്തായാലും ഷുവർ ആണല്ലോ നമുക്ക് എക്സാമിന്. അപ്പൊ അത് പഠിക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇനി അടുത്തത് പറയുന്നത് 10 uses of computers in hospital അല്ലെ. ഹോസ്പിറ്റലുകളിൽ കമ്പ്യൂട്ടർ കൊണ്ടുള്ള ഉപയോഗങ്ങൾ 10 യൂസസ് ആണ് ഇവിടെ പറയുന്നത്. എന്തൊക്കെയാണ് ഉപയോഗങ്ങൾ? നമുക്കൊന്ന് പറഞ്ഞു നോക്കാം അല്ലെ. എന്തൊക്കെയാണ് ഒരു കമ്പ്യൂട്ടർ കൊണ്ട് ഹോസ്പിറ്റലിലെ ഉപയോഗങ്ങൾ, ബെനഫിറ്റ്സ് എന്നും പറയാം അല്ലെ. എന്തൊക്കെയാണ്? കമന്റ് ചെയ്തേ നിങ്ങളുടെ അഭിപ്രായം. ഒരു യൂസ്ഫുൾ ഇല്ലാന്നാണോ? കമ്പ്യൂട്ടർ കൊണ്ട് ഹോസ്പിറ്റലില് എന്തൊക്കെയാണ് പ്രയോജനങ്ങള്? ആക്യുറസി, ഓക്കെ. പേഷ്യൻസ് റെക്കോർഡുകൾ കീപ്പ് ചെയ്യാം. കമ്മ്യൂണിക്കേഷൻ, ഓക്കെ. പ്രിന്റ് PDF വായിച്ചിട്ടാണോ ആൻസർ പറയുന്നേ? PDF നോക്കണ്ട കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ. തെറ്റുണ്ടെങ്കിൽ തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. പറഞ്ഞോളൂ. വേറെ എന്തൊക്കെയുണ്ട്? വേറെ ഒന്നുമില്ല. കമ്പ്യൂട്ടർ കൊണ്ട് ഒരു ഉപയോഗമില്ല. കമ്പ്യൂട്ടറോട് വെറുതെ വെച്ചിരിക്കുകയാണ് ഹോസ്പിറ്റലുകളിൽ. ബില്ലിംഗ് പ്രോസസ്സ്, ഓക്കെ. ദെൻ വേറെ എന്തൊക്കെയാണ്? നിങ്ങൾ തെറ്റെന്ന് വിചാരിക്കണ്ട കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാ. പേയ്മെന്റ്, ഓക്കെ. പേയ്മെന്റുകൾ കൊടുക്കാം. ദെൻ മോണിറ്റർ പേഷ്യന്റ്, ഓക്കെ. ഇൻഫോർമേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ, ഓക്കെ. ദെൻ ടെസ്റ്റ് റിപ്പോർട്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യാം. വേറെ അത്രേ ഉള്ളൂ. കസ്റ്റമർ സർവീസ്, ഓക്കെ. PDF-ലെല്ലാം വായിച്ചിട്ടുണ്ട് അല്ലെ. ഓക്കെ, ദെൻ നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് 10 യൂസസ് ആണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് മെയിൻറ്റെയിൻ പേഷ്യന്റ് ഇൻഫോർമേഷൻസ്. പേഷ്യൻസിന്റെ വിവരങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ പറഞ്ഞ ഒരു ചാർട്ട് ആണെങ്കിൽ ചിലപ്പോൾ അത് കീറി പോകാം, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകാനൊക്കെ ചാൻസ് ഉണ്ട് അല്ലെ. ഒരു കമ്പ്യൂട്ടർ ആകുമ്പോൾ അത് വർഷങ്ങളോളം നമുക്കത് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. നോക്കാം. Patient information is kept organized, safe and readily available on a computer. സേഫ് ആയിട്ട് നമുക്ക് കമ്പ്യൂട്ടറിൽ വായിക്കാനുള്ള സംവിധാനമുണ്ട്. എന്നാൽ എമർജൻസി മെഡിക്കൽ സ്റ്റാഫ് നീഡ് ക്വിക്ക് ആക്സസ് ടു പേഷ്യന്റ് റെക്കോർഡ്സ്. ഒരു എമർജൻസി ആയിട്ടുള്ള ഒരു അടിയന്തര സാഹചര്യത്തിൽ മെഡിക്കൽ സ്റ്റാഫിന് പെട്ടെന്ന് തന്നെ പേഷ്യന്റിന്റെ റെക്കോർഡ് നോക്കാനായിട്ട് സാധിക്കുന്നു. There are lesser risk of data loss or mismatching while using a computer. അല്ലെ, അതായത് പെട്ടെന്ന് തന്നെ അതുപോലെ തന്നെ ഡാറ്റ നഷ്ടപ്പെടുകയോ അതിൽ പൊരുത്തക്കേടുകളോ ഒന്നും വരുന്നില്ല. ഇതാണ് ഫസ്റ്റ് പോയിന്റ് ഓഫ് പറയുന്നത്. പേഷ്യൻസിന്റെ
ഇൻഫോർമേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ 10 യൂസസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ 10 പോയിന്റുകൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, ഉള്ളിലുള്ള കാര്യങ്ങൾ ഒന്ന് വായിച്ച് മനസ്സിലാക്കാം. 10 പോയിന്റ് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാൻ പറ്റുമല്ലോ യൂസസ്? അതിന് ബുദ്ധിമുട്ടുണ്ടോ? 10 പോയിന്റുകൾ പഠിക്കാമല്ലോ. ഓക്കെ, അപ്പൊ 10 പോയിന്റുകൾ മാത്രം ക്ലിയർ ആയിട്ട് പഠിക്കാം. ഓക്കെ, ഉള്ളിലുള്ളത് വായിക്കണം. ഉള്ളിലുള്ളത് സിമ്പിൾ ആണ്, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ അല്ലേ. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ യൂസസ് നോക്കി. ഇനി രണ്ടാമത്തെ യൂസസ് നോക്കാം. മോണിറ്റർ പേഷ്യൻസ് അല്ലെ, നമുക്കറിയാം ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിനായിട്ട് മോണിറ്റർ ചെയ്യും പേഷ്യൻസിനെ. ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് കമ്പ്യൂട്ടർ മോണിറ്ററൈസ് ചെയ്യുന്നത് പേഷ്യൻസിനെ? എവിടെയൊക്കെയാണ് ആലോചിച്ച് നോക്കി. ഹോസ്പിറ്റലിലേക്ക് കടന്നു ചെല്ലുമ്പോ മോണിറ്ററിൽ വരുന്നത് എന്തൊക്കെയാണ്? കമ്പ്യൂട്ടറിന്റെ ഉപയോഗത്തോടു കൂടി നമ്മൾ മോണിറ്റർ ചെയ്യുന്നത് എന്തൊക്കെയാണ് ആലോചിച്ച് നോക്കി. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വരുന്നില്ലേ? BP, പിന്നെ എന്തൊക്കെയുണ്ട്? സ്കാനിങ്ങുകൾ അല്ലെ? ഓപ്പറേഷൻ തിയേറ്ററിലും മറ്റും സ്കാനിങ്ങുകളൊക്കെ വരുമ്പോഴും USG, ECG അല്ലെ, ഇവയെല്ലാം കമ്പ്യൂട്ടറിന്റെ സാന്നിധ്യത്തോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നോക്കാം. Hospitals now utilize computers to keep track of vital signs such as heart rate and blood pressure. Additionally, the computer monitoring system collects helpful patient data. അല്ലെ, പേഷ്യൻസിന്റെ ഡാറ്റ കളക്ട് ചെയ്യുന്നു. It is possible to get back this data for further future use in search or other purpose. ഗവേഷണങ്ങൾക്കും മറ്റുമായിട്ട് നമുക്ക് ഈ ഒരു ഡാറ്റ യൂസ്ഫുൾ ആണ്. ഓക്കെ, മോണിറ്റർ പേഷ്യൻസ് രണ്ടാമത്തെ യൂസസ് ആണ്. ഇനി മൂന്നാമത്തെ യൂസസ് എന്ന് പറയുന്നത് മെഡിക്കൽ റിസർച്ച് അല്ലെ. ആരോഗ്യരംഗത്തെ ഗവേഷണങ്ങൾ നടത്താനായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു കമ്പ്യൂട്ടർ സാന്നിധ്യം ആവശ്യമാണ്. To understand more about a certain ailment, clinicians may now search medical databases. The capacity of medical staff to get and apply knowledge is being improved using computer in healthcare. അതായത് എന്താണ്, ഇപ്പൊ ഏതെങ്കിലും ഒരു പ്രത്യേക രോഗത്തെ കുറിച്ചോ അല്ലെങ്കിൽ കൂടുതൽ പഠനങ്ങൾ നടത്താനൊക്കെ വേണ്ടിയിട്ട് ഇപ്പോ നമ്മൾ പറയില്ലേ, ഇപ്പോ എന്താ പറയാ, 1,00,000 പേരിൽ ഒരാൾക്ക് ഒരു അസുഖം വന്നു അല്ലെ. അപ്പോ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരുമ്പോൾ അതിനെ കുറിച്ചിട്ടും സ്റ്റഡി ചെയ്യാനും അതിനെ കുറിച്ച് മനസ്സിലാക്കാനും അല്ലെങ്കിൽ ഡോക്ടേഴ്സിനും ഈ മെഡിക്കൽ ഡാറ്റാബേസ് ഉപയോഗിക്കുന്നത്, മീൻസ് ഗവേഷണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് കൂടുതൽ നോളജ് അവർക്ക് സമ്പാദിക്കാൻ കഴിയുന്നു. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഹെൽത്ത് കെയർ വർക്കേഴ്സിന് അവരുടെ യൂസിങ് കമ്പ്യൂട്ടർ ഉപയോഗിക്കാനായിട്ടുള്ള അവരുടെ ഒരു സ്കില്ല്, കഴിവിനെ കൂടുതൽ ഇംപ്രൂവ് ചെയ്യിപ്പിക്കുന്നു. ഓക്കെ, ഇത്രയുമാണ് മെഡിക്കൽ റിസർച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും പറയുന്നത് ഒരു ഇതുപോലെ റയർ ആയിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളെ കുറിച്ചിട്ട് ഗവേഷണം നടത്താനും മറ്റും ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, ക്ലിയർ ആണോ മെഡിക്കൽ റിസർച്ച്? ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. ഇൻവെന്ററി. എന്താണ് ഇൻവെന്ററി ഉദ്ദേശിക്കുന്നത്? ഇൻവെന്ററി നമ്മൾ പലപ്പോഴായിട്ട് എപ്പോഴും പറഞ്ഞു പോകാറുണ്ടല്ലോ. ഇൻവെന്ററി എന്താണ്? ഇൻവെന്ററി സ്റ്റോക്ക് അല്ലെ. നമ്മൾ സാധനങ്ങളൊക്കെ തീരുമ്പോ സ്റ്റോക്ക് തയ്യാറാക്കും അല്ലെ. നമ്മൾ ഇൻവെന്ററി മീൻസ് സ്റ്റോക്ക് തയ്യാറാക്കുന്നത്. നോക്കാം. Knowing what medications are on hand is very necessary for a patient therapy. അല്ലെ, ഒരു രോഗിയുടെ തെറാപ്പിക്ക്, അതായത് ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ, ഒരു രോഗിയുടെ തെറാപ്പിക്ക് കയ്യിലുള്ള മരുന്നുകൾ എന്താണെന്ന് അറിയണം അല്ലെ. അതായത് ഡോക്ടർ മെഡിസിൻസ് എഴുതി അല്ലെ. ഇപ്പൊ ഒരു പേഷ്യൻസിന് ഡോക്ടർ കണ്ടു, ദെൻ ആ പേഷ്യന്റിന് മെഡിസിൻ എഴുതി. അപ്പൊ ആ മെഡിസിൻ അവിടെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം ഹോസ്പിറ്റലിൽ. The rehabilitation process might be slowed down if a doctor prescribes a medication that is not in stock. അല്ലെ, അതായത് ഇപ്പൊ ഡോക്ടർ ഒരു പേഷ്യന്റിന് മെഡിസിൻ എഴുതിയെന്ന് വിചാരിക്കാം. സോ ആ മെഡിസിൻ ഏറ്റവും ചിലപ്പോ നല്ലൊരു ചിലപ്പോ ഒരു എന്താ പറയാ പെയിൻലെസ് മീൻസ് ഒരു നമ്മുടെ വേദന കുറയ്ക്കാനും അല്ലെങ്കിൽ ഒരു സഡേറ്റീവ് ആയിട്ടുള്ള ഒരു മെഡിസിൻ ഒക്കെ ആയിരിക്കും. അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെഡിസിൻ ആയിരിക്കാം അല്ലെ. പക്ഷെ ആ ടൈമില് മെഡിസിൻ നമ്മുടെ സ്റ്റോക്ക് ഇല്ല എങ്കിൽ എന്തായിരിക്കും? റീഹാബിലേഷൻ എന്ന് വെച്ചാൽ ആ ഒരു വ്യക്തിയുടെ പുനരധിവാസം, നോർമൽ സ്റ്റേജിലേക്ക് വരുന്ന ഒരു അവസ്ഥ സ്ലോ ആകും. എന്താണ്? മരുന്ന് കിട്ടിയില്ല, മരുന്ന് അവിടെ സ്റ്റോക്ക് ഇല്ല, ഇൻവെന്ററി ഇല്ല. സോ ഒരു സ്റ്റോക്ക് ഉണ്ടായിരിക്കണം എന്ന്.
Thus, it is important to keep an inventory list. അതിനാണ് ഹോസ്പിറ്റലിൽ ഒരു ഇൻവെന്ററി ലിസ്റ്റ് അല്ലെ നമ്മുടെ സിസ്റ്റത്തിൽ ഈ ഫാർമസിയിൽ ഉണ്ടാകും അവരുടെ സ്റ്റോക്ക് ഇന്ന മെഡിസിൻസ് എത്ര മെഡിസിൻ ആണ് സ്റ്റോക്ക് ഔട്ട് തീർന്നത് എത്ര എണ്ണമാണ് ഇപ്പോൾ ഉള്ളത് ഓരോ മന്തിലും അവർ ആ സ്റ്റോക്ക് ഇൻവെന്ററി ഒക്കെ ക്ലിയർ ആയിട്ട് മന്തിലല്ല ഓരോ വീക്കിലും അല്ലെങ്കിൽ ഓരോ ഡേയിലും കൃത്യമായിട്ട് എത്ര മെഡിസിൻ ആണ് തീർന്നിരിക്കുന്നത് ഇനി എത്ര എണ്ണമാണ് വരാനുള്ളത് അല്ലെങ്കിൽ സ്റ്റോക്ക് ക്ലിയർ ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് നോക്കിയിരിക്കണം അല്ലെ പേഷ്യൻസിന് ഏറ്റവും അത്യാവശ്യമുള്ളതാണ് ഈ മെഡിസിൻ എന്ന് പറയുന്നത് സോ മെഡിസിൻ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ അത് നമ്മളുടെ സ്റ്റോക്കിൽ ഉണ്ടായിരിക്കുക ഓക്കെ therefore inventory managers can trace stock level through the computers അതിനാൽ ഇൻവെന്ററി മാനേജേഴ്സ് ഇൻവെന്ററി നോക്കുന്ന മേൽനോട്ടം വഹിക്കുന്ന മാനേജേഴ്സ് സ്റ്റോക്ക് ട്രേസ് ചെയ്തിരിക്കണം ട്രേസ് ചെയ്യാന്ന് വെച്ചാൽ ഏതൊക്കെയാണ് മെഡിസിൻസ് തീരുന്നത് അപ്പോ അതിനനുസരിച്ച് അവിടെ സ്റ്റോക്ക് ഫിൽ ചെയ്തിരിക്കണം ഓക്കെ ഇത്രയുമാണ് ഒരു ഇൻവെന്ററിയിൽ പറയുന്നത് ക്ലിയർ ആണോ ഇൻവെന്ററി ക്ലിയർ ആയോ മെഡിസിൻസുകൾ കൃത്യമായിട്ട് സ്റ്റോക്ക് ചെയ്തിരിക്കണം എന്ന് മെഡിസിൻ ഇല്ല എന്ന് പറയാൻ പാടില്ല അതിന് പകരം എന്ത് ചെയ്യാ കൃത്യമായിട്ട് മെഡിസിൻസുകൾ ഉണ്ടായിരിക്കണം ഇൻവെന്ററിയിൽ ക്ലിയർ ആണോ ഓക്കെ ഇൻവെന്ററി അടുത്ത പോയിന്റ് അടുത്ത യൂസസ് ആണ് കേട്ടോ ഫിഫ്ത് വൺ യൂസ് ഇൻ സർജിക്കൽ പ്രൊസീജിയേഴ്സ് സർജിക്കൽ പ്രൊസീജിയേഴ്സിനും നമ്മുടെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു എങ്ങനെയൊക്കെയാണ് സർജിക്കൽ പ്രോസസ്സിന് നമ്മുടെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് ഓപ്പറേഷൻ തിയേറ്ററിലെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ടോ ഉണ്ടോ സ്റ്റോക്ക് ഡീറ്റെയിൽസ് ഡോക്ടേഴ്സിന് അറിയാൻ പറ്റില്ല അതുകൊണ്ടാണ് സ്റ്റോക്ക് മാനേജർ ആണ് അവിടെ പ്രത്യേകം അറിയണമെന്ന് പറയുന്നത് ഡോക്ടേഴ്സ് മെഡിസിൻ ആണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് സോ ആ മെഡിസിൻസ് അതിനാലാണ് പറയുന്നത് ഡോക്ടേഴ്സിന് അറിയില്ല സ്റ്റോക്ക് എത്രത്തോളം ഉണ്ട് ഇല്ലയോ എന്ന് പക്ഷെ ഡോക്ടറാണ് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസ് അവിടെ സ്റ്റോക്കിൽ ഉണ്ടായിരിക്കണം എന്ന് ഓക്കെ അതിനാലാണ് സ്റ്റോക്ക് മാനേജർ അത് ട്രാക്ക് ചെയ്യണം എന്ന് പറയുന്നത് ക്ലിയർ ആയോ ഓക്കെ ഇനി സർജറി പ്രോസസ് ആണ് കേട്ടോ പറയുന്നത് സർജിക്കൽ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലാണ് പറഞ്ഞത് ഓപ്പറേഷൻ തിയേറ്ററിൽ കമ്പ്യൂട്ടർ സിസ്റ്റം വരുന്നുണ്ടോ കീഹോൾ സർജറിയിൽ വരുന്നുണ്ട് ഓക്കെ അല്ല മറ്റു സർജറികളിലും ഈ ഒരു മോണിറ്ററിംഗ് സിസ്റ്റം ആവശ്യമാണ് അല്ലെ പല സാഹചര്യത്തിലും ആവശ്യമാണ് നോക്കാം കമ്പ്യൂട്ടേഴ്സ് ക്യാൻ പെർഫോം multi-faceted task with accuracy so വൈറ്റൽ സയൻസ് മോണിറ്റർ ചെയ്യാനായിട്ട് നമ്മൾ ഫിലിമിലൊക്കെ കാണാറില്ലേ ഒരു മോണിറ്റർ സിസ്റ്റം പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു വേവ് ലെങ്ത് ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് കാണാറില്ലേ ഫിലിമിലൊക്കെ എപ്പോഴും കാണുന്നതില്ലേ ഒരു മോണിറ്റർ വേവ് ലെങ്ത് പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ മോണിറ്റർ ചെയ്യുന്നതാണ് അല്ലെ നോക്കാം കമ്പ്യൂട്ടേഴ്സ് ക്യാൻ പെർഫോം multi-faceted task with accuracy so the use of computer in operating room can save lives അല്ലെ നമ്മുടെ ജീവിതത്തിന് സുരക്ഷിതമാക്കാനായിട്ട് കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് റൂമിൽ കമ്പ്യൂട്ടർ ആവശ്യമാണ് ഫോർ കംപ്ലീറ്റിംഗ് കോംപ്ലിക്കേറ്റഡ് ട്രീറ്റ്മെന്റ്സ് സർജിയൻസ് ഡിപെൻഡ് ഓൺ കമ്പ്യൂട്ടേഴ്സ് അല്ലെ സങ്കീർണമായിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സുകൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് വിദഗ്ധര് എന്ത് ചെയ്യുന്നു കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് പിക്ചർ ഒന്ന് നോക്കി നിങ്ങൾ കണ്ടോ ബ്രെയിനിന്റെയും പല പല ഡിപ്പാർട്ട്മെന്റുകളുടെ ബ്രെയിനിന്റെ ഒക്കെ പിക്ചർ എടുത്തിരിക്കുന്നു മോണിറ്ററൈസ് ചെയ്തിരിക്കുന്നുണ്ടോ പിക്ചർ ഒരു വേവ് ലെങ്ത് പോലെയൊക്കെ അതായത് ആ പേഷ്യൻസിന്റെ ഡീറ്റെയിൽ ആണ് മോണിറ്റർ ചെയ്യുന്നത് അല്ലെ സങ്കീർണമായിട്ടുള്ള ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും വൈറ്റൽ സയൻസ് ആണ് അവിടെ നമ്മൾ മോണിറ്റർ ചെയ്യുന്നത് ആ ഒരു സർജറി ടൈംസിൽ ഓക്കെ ക്ലിയർ ആണോ സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഇതേ അടുത്തത് 6th എന്നൊന്ന് എഴുതാട്ടോ 5 വരെ നമ്പർ ഉള്ളൂ അത് കഴിഞ്ഞപ്പോ നമ്പർ പോയി 6th പോയിന്റ് ആണ് വീണ്ടും യൂസ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ് കൊടുത്തേക്കാണ് അത് ഇവിടെ 6 എന്നാക്കാം കേട്ടോ കണ്ടിന്യൂഷൻ ആയിട്ടാണ് അതൊരു എഡിറ്റിംഗില് അത് വന്നിരിക്കുകയാണ് കേട്ടോ പ്രിന്റ് ഔട്ടില്
ആറാമത്തെ പോയിന്റ് മെഡിക്കൽ എക്യുപ്മെന്റ് ആൻഡ് ഇമേജിങ് അല്ലെ. മെഡിക്കൽ എക്യുപ്മെന്റിനും ഇമേജിങ്ങിനും അതുപോലെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത്? നമ്മൾ ഓൾറെഡി റേഡിയോളജി പറഞ്ഞു. എന്തൊക്കെയാണ് നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത്? എവിടെയൊക്കെയാണ്? അൾട്രാസൗണ്ട്, ദെൻ CT സ്കാൻ, MRI, ബ്ലഡ് ടെസ്റ്റുകൾ അല്ലെ. ഇവയ്ക്കൊക്കെയാണ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കേട്ടോ. അത് ഇൻക്ലൂഡ് ചെയ്യുന്നത് എവിടെയൊക്കെയാണെന്ന്. അൾട്രാസോണോഗ്രഫി, CT സ്കാൻ, MRI, ബ്ലഡ് ടെസ്റ്റ് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. മെഡിക്കൽ എക്യുപ്മെന്റുകളിൽ ഉപയോഗിക്കുന്നത്. Then doctors also utilize the computers to display their findings and describe illness, course of therapy. Computers may be used for 3D modeling and drawing. Computers 3D ആയിട്ടുള്ള ഒരു പിക്ചർ ആണ് നമുക്ക് തരുന്നത്. ഓക്കെ, എക്യുപ്മെന്റിൽ അത്രയും പറയുന്നുള്ളൂ. MRIക്കും CTക്കൊക്കെയാണ് മെയിൻ ആയിട്ട് കമ്പ്യൂട്ടർ നമ്മൾ ഉപയോഗിച്ച് വരുന്നത്. നെക്സ്റ്റ് പോയിന്റ് കമ്മ്യൂണിക്കേഷൻ അല്ലെ. നിങ്ങൾ നേരത്തെ പറഞ്ഞു കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്? കമ്മ്യൂണിക്കേഷൻസിൽ ആരൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ വരുന്നത്? കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ആരൊക്കെ തമ്മിലാണ് കമ്മ്യൂണിക്കേഷൻ? പേഷ്യന്റും ഡോക്ടറും തമ്മിൽ, അതുപോലെ പേഷ്യൻസും ഡോക്ടേഴ്സും മറ്റ് ഹെൽത്ത് പ്രൊവൈഡേഴ്സും തമ്മിൽ. നോക്കാം, the use of computers for communication amongst healthcare professionals help staff and make their job easier because they are sometimes quite busy അല്ലെ. ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ബിസി ഷെഡ്യൂൾ ആണ് അല്ലെ. അപ്പൊ ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക് തമ്മിലും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ടൈം ഒന്നും കിട്ടില്ല. പകരം അവർ എന്ത് ചെയ്യും? ഒരു കമ്പ്യൂട്ടറിൽ ഓൺലൈൻ ആയിട്ട് തന്നെ ഷെയർ ചെയ്യും കേട്ടോ. ഡോക്ടേഴ്സും മറ്റു ഡോക്ടേഴ്സും തമ്മിൽ അല്ലെങ്കിൽ മറ്റു ഡിപ്പാർട്ട്മെന്റുകളിലെ സ്റ്റാഫുകൾ തമ്മിൽ ഓൺലൈൻ മീറ്റിംഗ് മീൻസ് ഗൂഗിൾ മീറ്റ് ഒക്കെ ആയിരിക്കും ചെയ്യുന്നത്. അവർക്ക് അതിനുള്ള ടൈം ഇല്ല. ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് എന്നാണോ ഉദ്ദേശിച്ചത്? ഓക്കെ, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലേക്ക് ഇങ്ങനെയുള്ളൊരു ഓക്കെ ഞാൻ വായിച്ചെടുത്തോ. ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലും മറ്റ് സ്റ്റാഫുകളും തമ്മിലൊക്കെ ഓൺലൈൻ ആയിട്ടുള്ള മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നു. അതാണ് കമ്മ്യൂണിക്കേഷൻസിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ 7th പോയിന്റ് അല്ലേ? 7th അല്ലേ? നമ്പർ ഇടണം കേട്ടോ. 7th 5 വരെ ഉള്ളൂ. അപ്പോ മെഡിക്കൽ എക്യുപ്മെന്റ് 6, കമ്മ്യൂണിക്കേഷൻ 7th. ഓക്കെ ആയില്ലേ? ഇനി 8th വൺ ടെലിമെഡിസിൻ. ടെലിമെഡിസിൻ എന്ന് പറയുമ്പോ എന്തായിരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത്? ടെലിമെഡിസിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഫോണിൽ കൂടി മെഡിസിൻ കൊടുക്കാന്നാണോ? ഓൺലൈൻ വഴി ട്രീറ്റ്മെന്റ്സ് ചെയ്യുക അല്ലെ. നമുക്ക് എനിക്ക് തോന്നുന്നു കോവിഡ് ടൈമിലൊക്കെ ഓൺലൈൻ വഴിയൊക്കെ ഇതുപോലെ തന്നെ ടെലിമെഡിസിൻസ് ഒക്കെ നൽകിയിരുന്നു. ഡോക്ടേഴ്സിനെ കാണാൻ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ്. അതുപോലെ തന്നെ ഡ്യൂറിങ് ഈ ഫ്ലഡും കാര്യങ്ങളൊക്കെ വരില്ലേ, നാച്ചുറൽ പ്രകൃതിക്ഷോഭങ്ങളും മറ്റുമൊക്കെ വരുമ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള ഓൺലൈൻ ടെലിമെഡിസിൻസ് ഒക്കെയാണ് നൽകിക്കൊണ്ടിരുന്നത്. നോക്കാം, പിക്ചർ കണ്ടോ? ഡോക്ടറും പേഷ്യന്റും തമ്മിൽ ഡോക്ടർ നമ്മൾ ഓൺലൈനായിട്ട് കാണുകയാണ്. എന്നിട്ട് നമ്മൾ നമ്മളുടെ അസുഖത്തെ കുറിച്ച് പേഷ്യന്റ് പറയുന്നു. ദെൻ ഡോക്ടർ അതിനനുസരിച്ചിട്ടുള്ള മെഡിസിൻസും മറ്റും പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുന്നു. The act of treating patient remotely while neither the patient nor practitioner is present physically is considered to be telemedicine. അല്ലെ, അതായത് ഫിസിക്കലായിട്ട് അവർ കാണുന്നില്ല, പകരം ഓൺലൈനിലൂടെയാണ് ഡോക്ടറും പേഷ്യന്റും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. Doctors may now connect with the patients and other medical personnel thanks to computer and cell phones. So ഡോക്ടേഴ്സും പേഷ്യൻസും കമ്പ്യൂട്ടറിനോടും മറ്റും കടപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നത് കാരണം ഡ്യൂറിങ് നാച്ചുറൽ കലാമിറ്റീസ് ടെലിമെഡിസിൻ ഇസ് ക്രൂഷ്യൽ ആസ് വെൽ ആസ്. അതുപോലെ പ്രകൃതിക്ഷോഭങ്ങളോ അല്ലെങ്കിൽ ഇപ്പൊ കോവിഡ് വന്നൊരു ടൈമില്ല, അതൊക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ ബുദ്ധിമുട്ടുള്ള ഒരു ടൈം ഒക്കെയാണ് അല്ലെ. അപ്പോ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് കൂടുതലും ടെലിമെഡിസിൻസ് അവിടെ ഉപയോഗപ്പെടുത്തുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ടെലിമെഡിസിൻ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഒന്ന് വായിച്ചു നോക്കിയേ. കമ്മ്യൂണിക്കേഷൻ, ടെലിമെഡിസിൻ. ടെലിമെഡിസിൻ അപ്പോ 8th പോയിന്റ് അല്ലേ? 8th എഴുതാട്ടോ. 8th പോയിന്റ് ആണ്.
എട്ടാമത്തെ പോയിന്റ് ആണ് ടെലിമെഡിസിൻ. കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചു നോക്കിയോ? നമ്മുടെ എട്ടാമത്തെ പോയിന്റ് കസ്റ്റമർ സർവീസ് പറഞ്ഞില്ലല്ലോ. ടെലിമെഡിസിൻ എത്രയായിരുന്നു? 7th പോയിന്റ് ആയിരുന്നില്ലേ? ആണോ? 7th അല്ലേ ടെലിമെഡിസിൻ വരുന്നത്? 8th ആണോ? ഓക്കെ ഓക്കെ, 8th ആണല്ലേ? ഓക്കെ ഓക്കെ. ഇനി 2 പോയിന്റും കൂടി ഉണ്ട് നമുക്ക്. അത് കഴിഞ്ഞിട്ട് കുറച്ച് സെക്ഷനും കൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോ നെക്സ്റ്റ് പീരീഡും ഞാൻ തന്നെ ആയിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നത്. ഈ ചാപ്റ്റർ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണേ. അപ്പോ ബ്രേക്ക് എടുക്കണോ? 5 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പറയണല്ലോ. കേൾക്കാൻ വലിയ രസമില്ലാത്തൊരു ചാപ്റ്റർ ആണെന്ന് എനിക്കറിയാം. കമ്പ്യൂട്ടർ ആയതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് അത്യാവശ്യം നല്ല കുറച്ച് നിങ്ങൾക്ക് വായിച്ചൊരു ബോറിംഗ് ഒക്കെ തോന്നിയേക്കാം. 5 മിനിറ്റ്സ് ബ്രേക്ക് വേണോ ഇപ്പോ? ഓക്കെ, ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക. അപ്പൊ നിങ്ങൾക്കും ഒരു റിലാക്സ് ആയിക്കോളട്ടെ, എനിക്കും ഒരു റിലാക്സ്. ഓക്കെ, ഒന്ന് ബ്രേക്ക് എടുത്തോളൂ. ക്ലാസ്സിൽ ഉണ്ടാവണം കേട്ടോ. കറക്റ്റ് 5 മിനിറ്റ്സ് ആണേ.
ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. ജസ്റ്റ് 5 minutes ഒന്ന് റിലാക്സ് ഒക്കെ ആയിട്ടുണ്ട്. കണ്ടിന്യൂ ചെയ്യാലോ. ഇനി നെക്സ്റ്റ് പോയിന്റ്, ദാറ്റ് ഇസ് 9th പോയിന്റ് അല്ലേ, കസ്റ്റമർ സർവീസ്. 9th, ഓക്കെ. കസ്റ്റമർ സർവീസ്. Hospitals now use automatic systems like artificial intelligence (AI) to provide regular customer service to patient. AI ഉദ്ദേശിക്കുന്നത് ഒരു റോബോട്ടിനെ പോലെ എല്ലാ കാര്യങ്ങളും ആർട്ടിഫിഷ്യൽ ആയിട്ട് കമ്പ്യൂട്ടർ ചെയ്തു വരുന്നു പേഷ്യൻസിന്റെ. Such as payment, making demands, compliance, അല്ലെ, പേയ്മെന്റുകളോ അല്ലെങ്കിൽ കംപ്ലൈൻസോ എല്ലാം തന്നെ നമ്മള് കസ്റ്റമർ ഉദ്ദേശിക്കുന്ന പേഷ്യൻസ് ആണ്. പേഷ്യൻസിന്റെ വിവരങ്ങൾ കൃത്യമായിട്ടും ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് കമ്പ്യൂട്ടർ ഒരു റോബോട്ടിനെ പോലെ ചെയ്യുന്നു, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ ഓൺലൈൻ പേയ്മെന്റ്. എങ്ങനെയാണ് ഓൺലൈൻ പേയ്മെന്റിൽ പറയുന്നത്? നമ്മളെല്ലാവരും തന്നെ ഇത് ഓൺലൈൻ പേയ്മെന്റ് അധികമായിട്ട് യൂസ് ചെയ്യുന്നവരാണ്, അല്ലെ? ഓക്കെ, നമ്മള് ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ പോയി, അല്ലെ, അപ്പൊ അതിന്റെ ബിൽ പേയ്മെന്റുകൾ ചെയ്യാനും മറ്റും എല്ലാം നമ്മളിപ്പോ ഒരു ഷോപ്പിൽ പോയാലും മറ്റും എല്ലാം എങ്ങനെയാണ്? ജിപേ ചെയ്യും, അല്ലെ? ജിപേ ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ കാർഡ് വഴിയോ അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ്. അതാണ് പറയുന്നത് ഓൺലൈൻ പേയ്മെന്റ്. Hospitals now make use of online payment portal to help patients to pay their hospital bills online. Hospital bill online ആയിട്ടാണ് പേയ്മെന്റ് ചെയ്യുന്നത്. This decreases the chance of errors and the task is performed in less time. കുറഞ്ഞ ടൈമിനുള്ളിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ബില്ലും കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ മിസ്റ്റേക്കുകൾ കുറവായിരിക്കുന്നത്. അതായത് നമ്മൾ പേയ്മെന്റ് നമ്മൾ ക്യാഷ് ആയിട്ടൊക്കെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ എണ്ണുമ്പോൾ മിസ്റ്റേക്കുകളൊക്കെ മറ്റും വന്നേക്കാം. സോ ഇതാണെങ്കിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് പേയ്മെന്റ് കൃത്യമായിട്ട് നമുക്ക് അയക്കാൻ പറ്റുന്നു, അതിനുള്ള മിസ്റ്റേക്കുകളാണ് വരുന്നില്ല. ഓക്കെ, ഇതാണ് ഓൺലൈൻ പേയ്മെന്റ്. അപ്പൊ 10 യൂസസ് ആണ് നമ്മൾ പഠിച്ചത്. ഒന്ന് നോക്കാം. അപ്പൊ നിങ്ങൾ ആ 10 യൂസസ് മാത്രം ഒന്ന് പഠിക്കുക. അതായത് പേരുകൾ മാത്രം ഒന്ന് പഠിച്ചു വെക്കുക, ബൈഹാർട്ട് ചെയ്ത്. ഉള്ളിലുള്ള കാര്യങ്ങൾ നമുക്കറിയാലോ, പേരുകൾ മാത്രം ഒന്ന് പഠിക്കുക. എന്തൊക്കെയായിരുന്നു ഒന്നുകൂടി പറയാവേ. 10 uses of computers: maintain patient information, monitor patients, medical research, inventory, use in surgical procedures, medical equipment and imaging, communication, telemedicine, customer service, and health, online payment. Okay, 10 എണ്ണം പഠിക്കാമല്ലോ, കുഴപ്പമില്ലല്ലോ. പേര് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ ആണോ? പേര് മാത്രം ഒന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. ഹെൽത്ത് ഇൻഫോർമേഷൻ മാനേജർ, HIM അണ്ടർലൈൻ ചെയ്യുക. ഹെൽത്ത് ഇൻഫോർമേഷൻ മാനേജർ എന്താണ് അദ്ദേഹം ചെയ്യുന്നത്? Health information manager organize, oversee, and protect patient health information data, which include symptoms, diagnosis, medical histories, test result, and procedures. അല്ലെ, അതായത് രോഗലക്ഷണങ്ങള്, അതുപോലെ തന്നെ രോഗനിർണയം, ഡയഗ്നോസിസുകള്, അതുപോലെ ഇമേജസുകൾ, മെഡിക്കൽ ഇമേജുകൾ, നമ്മൾ സ്കാനിങ്ങിന്റെയോ എക്സ്റേയോ മറ്റു മെഡിക്കൽ ഇമേജുകള്, ടെസ്റ്റ് റിസൾട്ടുകള് എന്നിവ, ഈ നടപടിക്രമങ്ങൾ ഉൾപ്പെടുന്ന വിവരങ്ങള് ഡാറ്റയുടെ മേൽനോട്ടം വഹിക്കുക എന്നതാണ് ഹെൽത്ത് ഇൻഫോർമേഷൻ മാനേജറിന്റെ ഡ്യൂട്ടി. അതായത് ഹോസ്പിറ്റലിൽ നമ്മൾ HIS ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളില്ലേ, പേഷ്യൻസിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങള്, അതിനെ എന്ത് ചെയ്യുക? പ്രൊട്ടക്ട് ചെയ്യുക. അതിന്റെ പ്രൊസീജിയേഴ്സ്, നടപടിക്രമങ്ങൾ പാലിക്കുന്ന വ്യക്തിയാണ് HIM എന്ന് പറയുന്നത്, ഹെൽത്ത് ഇൻഫോർമേഷൻ മാനേജർ. The exact job description relies on professional's job title. However, there are some daily tasks that most information managers do. ഇനി അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ആണ് പറയുന്നത്. അപ്പോ HIM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റലിലെ പേഷ്യൻസിന്റെ, നമ്മൾ HIS ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റത്തില് പേഷ്യൻസിന്റെ ഡീറ്റെയിൽസും അതിന്റെ റിസൾട്ടുകള്, ഡയഗ്നോസിസ് അല്ലെ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എൻട്രി ചെയ്യും. ആ ചെയ്ത കാര്യങ്ങളെ, ആ ഡാറ്റകളെ
പ്രൊട്ടക്ട് ചെയ്യുക, അതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ സംരക്ഷിക്കുന്നതാണ് HIM എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ്? 6 ഡ്യൂട്ടീസ് ആണ് പറയുന്നത്, ശ്രദ്ധിക്കാം. First one, establish health information system and process to ensure the complete and accurate documentation of medical record. Okay. അതായത് എന്താണ്, മെഡിക്കൽ ഡോക്യുമെന്റുകൾ കൃത്യമായിട്ട് ആക്യുറേറ്റ് ആയിട്ട് ഉറപ്പാക്കുന്നതും അതുപോലെ തന്നെ മറ്റ് നമ്മളുടെ ഇൻഫോർമേഷൻ സിസ്റ്റം, ഹെൽത്ത് ഇൻഫോർമേഷൻ, ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങളെ കൃത്യമായിട്ടും അതിന്റെ പ്രക്രിയകൾ സ്ഥാപിക്കുക. Then second one, work with various medical staff, including nurse and doctors, to enhance the quality, accuracy of patient information. മറ്റ് വേരിയസ് ഡിപ്പാർട്ട്മെന്റുകളിലെ സ്റ്റാഫുകളുമായിട്ട് കോർപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക. ദെൻ കൃത്യതകൾക്ക് ആക്യുറസി ആയിരിക്കുക, ഗുണനിലവാരം വർദ്ധിപ്പിക്കുക. മൂന്നാമത്തെ പോയിന്റ്, code or collaborate with coders to ensure secure and bug-free systems for controlling health informations. അതായത് ബഗ് ഫ്രീ സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ കോഡ്, അതായത് നമ്മൾ ഹെൽത്ത് ഇൻഫോർമേഷൻസ് ഓരോ കോഡ് വഴിയൊക്കെ കൺട്രോൾ ചെയ്യും, അതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കേട്ടോ. മീൻസ് കോഡ് വഴി നമ്മൾ സിസ്റ്റത്തിൽ എൻട്രി ചെയ്ത് വെക്കുന്നത്, അത് പ്രൊട്ടക്ഷൻ കൊടുക്കാതെ മറ്റും ഇതൊന്നും പോകാത്ത രീതിയിൽ നമ്മൾ അതിനെ ഒരു കോഡ് രൂപേണ ഒരു പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് ഒരു കോഡ് മുഖേന വെക്കാണ്. Then നാലാമത്തെ പോയിന്റ്, make regular audits to ensure the health information department. റെഗുലർ ആയിട്ടുള്ള ഒരു ഓഡിറ്റുകൾ നടത്താം. Then techniques of process complete with guideline. പ്രോസസ്സുകളും മറ്റും ഗൈഡ് ലൈൻ അനുസരിച്ച് തന്നെ പെരുമാറുക. മാർഗനിർദ്ദേശങ്ങളൊക്കെ അവർ ഗൈഡ് ലൈൻ ഒക്കെ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ്. കൃത്യമായിട്ടുള്ള ഒരു ഓഡിറ്റിംഗ് നടത്തുക. അഞ്ചാമത്തെ പോയിന്റ്, cooperate with the compliance officers that regularly track audits and denials from third-party auditors and insurance companies. ഈ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനീസ് ആണ്, അവരുമായിട്ടൊക്കെ ഒന്ന് കോർപ്പറേറ്റ് ചെയ്യാറ്. സിക്സ്ത് വണ്ണിൽ പറയുന്നത്, organize and analyze the health information for better utilization, process improvement, preparing reports and research purpose. അല്ലെ, അപ്പൊ എന്ത് ചെയ്യുക, ഹെൽത്ത് ഇൻഫോർമേഷൻസ് ഓർഗനൈസ് ചെയ്യുക, അത് അനലൈസ് ചെയ്യുക ബെറ്റർ യൂട്ടിലൈസേഷന് വേണ്ടി. ദെൻ അതിലെന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടെങ്കിൽ ഇംപ്രൂവ്മെന്റ്സ് വർദ്ധിക്കുക, റിപ്പോർട്ടുകൾ തയ്യാറാക്കുക, അത് റിസർച്ച് പർപ്പസിന് വേണ്ടിയിട്ട് ഗവേഷണങ്ങൾക്ക് വേണ്ടി റിപ്പോർട്ടുകൾ തയ്യാറാക്കുക. These are some jobs carried out by health information managers. ഇതൊക്കെയാണ് ഇപ്പോൾ ഒരു ഹെൽത്ത് ഇൻഫോർമേഷൻ മാനേജറിന്റെ ജോബ് ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഇതൊന്ന് വായിക്കാം നിങ്ങൾ. 5-6 പോയിന്റ് ആണ്, ഒന്ന് വായിച്ചത് നിങ്ങളുടേതായ രീതിയിൽ അതിന്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, നിങ്ങൾ നമ്മുടേതായ രീതിയിൽ അത് മനസ്സിലാക്കാം. അപ്പൊ ഓപ്ഷൻ കാണുമ്പോ എന്തെങ്കിലും ഒരു ഐഡിയ ഒക്കെ കിട്ടുമല്ലോ. ഒന്ന് വായിച്ചു നോക്കി, 6 പോയിന്റ് ഒന്ന് വായിക്കാം കേട്ടോ.
ഈ മൂന്നാമത്തെ പോയിന്റിലെ കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഓരോ മെഡിക്കൽ ഇതിനൊക്കെ കോഡ് ഉപയോഗിച്ച് വരും. ബഗ് ഫ്രീ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിൽ ഒരു സോഫ്റ്റ്വെയർ ആണ്, അതായത് എററുകളിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു സോഫ്റ്റ്വെയർ ആണ് കേട്ടോ ബഗ് ഫ്രീ സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത്. ഡീറ്റെയിൽ ഒന്നും പഠിക്കാനില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞാണ് കേട്ടോ. ബഗ് ഫ്രീ എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ ആണ്. ഈ അക്ഷര തെറ്റുകളും മറ്റൊക്കെ വരുമ്പോൾ അതിനെ നമ്മൾ തിരുത്താനായിട്ടുള്ള ഒരു സിസ്റ്റമാണ്. വായിച്ചോ 6 പോയിന്റ്. ഓക്കെ, അപ്പോ ഈ കമ്പ്യൂട്ടർ ബേസിക് ബേസിക് ഇൻഫർമേഷൻ ബേസിക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ ഒരു ചാപ്റ്റർ. അപ്പോ അത്യാവശ്യം എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ ഷോർട്ടേയിലിട്ടാണ് പറഞ്ഞിരുന്നത്. ഇതൊക്കെ അത്രയും ക്ലിയർ ആണോ? മനസ്സിലാവുന്നത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിയോ? നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു ടോപ്പിക് അല്ലെ, വലിയ ബുദ്ധിമുട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി ഒരു സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോ നമ്മളുടെ എടുക്കാനുള്ള പോർഷൻസ് ഇതായിരുന്നെങ്കിൽ ഇനി കംപ്ലീറ്റ് ശ്രീരാമസിന്റെ ക്ലാസ് ആണ് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ബാക്കി ഇനി രമ്യാമിസിന്റെ കുറച്ച് പോർഷൻസും കൂടി ഇനി കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അല്ലെ. ഇനി ആ ഒരു സെക്ഷൻ മാത്രമേ ഉള്ളത്, ബാക്കി എല്ലാ ടീച്ചേഴ്സിന്റെയും പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കംപ്ലീറ്റ് ആയില്ലേ? അയ്യോ, റെസ്പോൺസ് ഒന്നും ഇല്ലാലോ, ഉറക്കത്തിലാണ് എല്ലാവരും. ഓക്കെ, അപ്പോ ഇനി നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, നിങ്ങളുടെ ഡ്യൂട്ടിയാണ് പഠിക്കുക എന്നുള്ളത് അല്ലെ. എക്സാമിന്റെ ഡേറ്റിന് വേണ്ടി കാത്തിരിക്കേണ്ട. എക്സാം എന്തായാലും ഇപ്പൊ രമ്യാമിസിന്റെ പോർഷൻസ് എന്തായാലും ഈ ആഴ്ച കൊണ്ട് തന്നെ അത് കംപ്ലീറ്റ് ആകും അല്ലെ. അപ്പോ അതനുസരിച്ച് എക്സാമും ഡേറ്റും പെട്ടെന്ന് തന്നെ ഉണ്ടാകും. വലിയ ഗ്യാപ്പ് ഒന്നും ഉണ്ടാവില്ല. കുറച്ച് ദിവസം സ്റ്റഡി ലീവ് ഒക്കെ ഉണ്ടാകും. ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. എന്തായാലും അധികം നീണ്ടു പോകില്ല. എക്സാം അടുത്ത് തന്നെ ഉണ്ടാകും. അപ്പൊ അത് പഠിക്കുക. പഠിച്ചു തുടങ്ങി എല്ലാവരും? പഠിച്ചെല്ലാവരും? ഓക്കെ, ഇനിയും സ്റ്റാർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാട്ടോ. കാരണം തേർഡും ഫോർത്തും കുറച്ച് ലെങ്തി ആയിട്ടുള്ള തേർഡിന്റെയും ഫോർത്തിന്റെയും എക്സാം നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ കഴിഞ്ഞല്ലോ. ഇനി തേർഡും ഫോർത്തും. ഓക്കെ, അപ്പോ ആ ഒരു ഏകദേശം ഫസ്റ്റ് സെക്കൻഡ് എക്സാം അറ്റൻഡ് ചെയ്തവരാണല്ലോ. അപ്പൊ ആ ഒരു മോഡലൊക്കെ തന്നെയായിരിക്കും എക്സാം വരുന്നത്. ദെൻ ഫസ്റ്റ് സെക്കൻഡിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി പഠിക്കാനൊക്കെ ഉണ്ട് കൂടുതലായിട്ട്. അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എഫേർട്ട് എടുത്ത് പഠിക്കാം. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ പഠിക്കുന്നത് എപ്പോഴും ഒരു എന്താ പറയാ എക്സാം എഴുതി ജയിക്കാൻ വേണ്ടി മാത്രം ആകരുത്. ഓക്കെ, സ്റ്റഡി ലീവ് തരും കേട്ടോ. സ്റ്റഡി ലീവ് ഉണ്ടാകും. സ്റ്റഡി ലീവൊക്കെ നിങ്ങൾക്ക് ഇൻഫോർമേഷൻ തരും. ഒരു മിക്സിന്റെ കൂടി കംപ്ലീറ്റ് ആവാറുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് അതിന്റെ ഇൻഫോർമേഷൻസ് ഒക്കെ തരും കേട്ടോ. എന്നാണ് എക്സാം, സ്റ്റഡി ലീവും എക്സാം തരും കേട്ടോ. ഡേറ്റും കാര്യങ്ങളൊക്കെ കൺഫേം ചെയ്തിട്ട് പറയും. ദെൻ അപ്പോ എന്താണ് പഠിക്കുക. ചില ചാപ്റ്റേഴ്സ് കുറച്ച് ലെങ്തി ആണ്, കുറച്ച് ബോറിംഗ് ആയിട്ടുള്ള ചാപ്റ്ററുകളൊക്കെ ഉണ്ടായിരുന്നു. ദെൻ ഒരു കാര്യം പ്രത്യേകം പറയാം, നമ്മൾക്ക് പാടുന്നുള്ള പോർഷൻസ് നിങ്ങൾ വിട്ട് കളയരുത്. നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെയാണ് എല്ലാവരും അല്ലെ. ഒരു സെന്റൻസ് വായിക്കുമ്പോൾ തന്നെ അയ്യോ ഇത് വായിച്ചിട്ടൊന്നും കിട്ടണില്ല നോക്കും, നമ്മൾ എന്തെങ്കിലും സ്കിപ്പ് ചെയ്യും. അതങ്ങനെ അടുത്തത് പോയിക്കോട്ടെ കുഴപ്പമില്ല നോക്കും. പക്ഷെ നമ്മൾ എവിടെ സ്കിപ്പ് ചെയ്യുന്നു ചിലപ്പോൾ അവിടെ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത് അല്ലേ. അപ്പൊ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് എന്തെങ്കിലും ഒന്ന് ഗസ് അടിക്കാൻ പറ്റണമെങ്കിൽ ഒന്ന് വായിക്കണ്ടേ. ഒന്നും വായിക്കാതെ ജസ്റ്റ് ഗസ് അടിക്കാൻ പറ്റില്ലല്ലോ. ക്ലാസ്സിൽ വരത്തില്ലേന്ന് പോർഷൻസ് കംപ്ലീറ്റ് ആയില്ലേ. ഇനിയിപ്പോ ക്ലാസ്സില് മേ ബി എനിക്ക് തോന്നുന്നു എക്സാമിന് ചിലപ്പോ ഉണ്ടാകും. എക്സാമിന് എന്തെങ്കിലും ഫോണിലൊക്കെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് കുറച്ചും കൂടി ഇനിയിപ്പോ നമ്മളൊരു ക്ലാസ് കിട്ടണം എന്നില്ല. അപ്പൊ നിങ്ങളൊരു 6 month കോഴ്സില് ഇത്രയും നാള് എന്റെ കുറച്ച് പോർഷൻസ് ഒക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. നന്നായിട്ടൊക്കെ പഠിക്കാം. എക്സാം ഒക്കെ എഴുതാം കേട്ടോ. അഡ്വാൻസ്ഡ് ഓക്കെ, സെയിം ടു യു. എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി എക്സ്പ്രസ് കേട്ടോ. കാരണം മിസ്സിന്റെ ക്ലാസ് കഴിഞ്ഞപ്പോ ഏകദേശം എന്തായാലും കമന്റ് ഞാൻ കണ്ടില്ല. മെഡിക്കൽ റെക്കോർഡ് കുറച്ച് ചാപ്റ്റേഴ്സ് പറഞ്ഞല്ലോ. ഓക്കെ, അപ്പോ നമ്മള് കുറച്ച് ചാപ്റ്റർ ഒക്കെ ഞാൻ എടുത്തതാണ്. അപ്പോ നന്നായിട്ടൊക്കെ പഠിക്കുക എല്ലാവരും കേട്ടോ. പിന്നെ ഫ്യൂച്ചറിലേക്ക് എന്തായാലും ഒരു ജോബ് വേണമല്ലോ. അപ്പോ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് കൂടി പഠിക്കാം. എക്സാമിന് വേണ്ടി മാത്രം ആവരുതും പഠനം. നമുക്കൊരു ഭാവിയിൽ ഒരു ജോലി വേണം എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെ പഠിക്കുക എല്ലാവരും.
ഞാൻ എപ്പോഴും പറയുന്ന പോലെ എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കുക എല്ലാവരും അല്ലെ, എന്നെ കൊണ്ട് പറ്റും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ തെറ്റിപ്പോകോ അങ്ങനെയുള്ള പേര് വേണ്ട. നിങ്ങൾ ഇന്റർവ്യൂവിനൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടതാണ്. ഇന്റർവ്യൂവിനെ അറ്റൻഡ് ചെയ്യുമ്പോഴും നല്ല രീതിയിലൊക്കെ അത് ബിഹേവ് ചെയ്യുക, നമുക്ക് എല്ലാം പോസിറ്റീവ് ആയിട്ട് എടുക്കാം. ഓക്കെ, പഠനം ഇനി ആരംഭിക്കാത്തവരുണ്ടെങ്കിൽ പഠനം ആരംഭിക്കുക. നല്ല രീതിയിൽ സ്റ്റഡി ചെയ്താലേ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ കുറച്ച് എഫോർട്ട് എടുക്കേണ്ടവർക്ക് എഫോർട്ട് എടുത്ത് തന്നെ പഠിക്കാം പരമാവധി. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എക്സ്പാൻഡഡ് ഫോമുകൾ എഴുതി വെക്കുക. അത് എഴുതി വെച്ച് നമ്മൾ എക്സാമിന് തൊട്ട് മുമ്പ് വരെയെങ്കിലും നമ്മൾ ആ എക്സ്പാൻഡഡ് ഫോം മാത്രം ഫസ്റ്റിലൊരു ഞാൻ പറയുന്ന കാര്യമുള്ളൂ. എക്സ്പാൻഡഡ് ഫോം ഒരു ബുക്കിൽ സെപ്പറേറ്റ് ചെയ്ത് എഴുതി വെക്കുക. അത് എത്ര പേര് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല, എങ്കിലും ചെയ്യുന്നവരാണെങ്കിൽ എക്സ്പാൻഡഡ് ഫോം ഒന്ന് എഴുതി വെച്ചിട്ട് എക്സാമിന് തൊട്ട് മുന്നായിട്ട് ഒന്ന് ഫോം എക്സ്പാൻഡഡ് ഫോമുകൾ ഒന്ന് വായിച്ചിട്ട് കയറാം. ഓക്കെ, അപ്പോ എല്ലാവർക്കും നല്ലൊരു എന്താ എക്സ്പ്രസ് അല്ലെ, ഹാപ്പി ക്രിസ്മസ് ഇപ്പോഴേ അഡ്വാൻസ്ഡ് ആയിട്ട് നേരുകയാണ്. നന്നായിട്ടൊക്കെ പഠിക്കുക. നമുക്ക് എവിടെയെങ്കിലും വെച്ച് ഭാവിയിൽ കണ്ടുമുട്ടാം അല്ലെ. ഇപ്പൊ ടീച്ചേഴ്സിന് ചിലപ്പോ ടീച്ചേഴ്സിന് നിങ്ങൾക്ക് അറിയാലോ കണ്ടിട്ടുണ്ടെങ്കിൽ, അപ്പൊ കാണാൻ പഠിക്കാം, അങ്ങനെയൊക്കെ കാണാൻ സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓക്കെ അല്ലെ. നമുക്ക് ഇവിടെ തന്നെ ഉള്ളവരാവണമെന്നില്ല, ഞങ്ങൾ എല്ലാവരും പല പല സ്ഥലങ്ങളിൽ വരികയാണ് അല്ലെ. എങ്കിലും എവിടെയെങ്കിലും വെച്ചൊക്കെ നമുക്ക് കണ്ടുമുട്ടുകയാണെങ്കിൽ മീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ടീച്ചേഴ്സിന് ചിലപ്പോൾ അറിയാൻ പറ്റില്ല, കാരണം നമ്മളെല്ലാവരെയും കാണുന്നില്ലാലോ, വീഡിയോ ഇല്ല, എങ്കിലും നിങ്ങൾക്ക് അറിയാലോ. ഇനിയിപ്പോ എന്റെ ക്ലാസ് കംപ്ലീറ്റ് കഴിഞ്ഞു, പോർഷൻസ് കഴിഞ്ഞു, ഓൾറെഡി കഴിഞ്ഞതാണ്. ഞാൻ ചെറിയ മാമിന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത്. രമ്യ മാമിന്റെയും കൂടി ഒന്ന് കംപ്ലീറ്റ് ആവാനുണ്ട്. എക്സാമിന് ഉണ്ടാവും, എക്സാമിന് കാണാം. ഓക്കെ, താങ്ക് യു ഓൾ. ഇനി ക്ലാസ് ഇല്ല, ഇനി ക്ലാസ് ഉണ്ടാവില്ല കേട്ടോ. നാളെ ഉണ്ട്, നാളെ രമ്യ മാമിന്റെ ക്ലാസ് ഉണ്ടാകും, കംപ്ലീറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. മിസ് ആവുന്നുണ്ടോ? ഓക്കെ, എനിക്കും എല്ലാവരെയും മിസ് ആവുന്നുണ്ട്. ഇപ്പൊ നമുക്ക് പേരുകൾ അറിയില്ലെങ്കിലും കുറച്ച് പേരെയൊക്കെ നമുക്ക് അറിയാം. ഡെയിലേക്ക് ആവുന്നവരെയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, അത്യാവശ്യം കുറച്ച് പേരെയൊക്കെ അറിയാം കേട്ടോ. മിസ് ചെയ്യുന്നുണ്ട് ഒത്തിരി. ഓക്കെ, താങ്ക് യു ഓൾ. ഇനിയിപ്പോ കണ്ടിന്യൂ അടുത്ത ക്ലാസ് ഇല്ല കേട്ടോ, കാരണം കണ്ടിന്യൂ ചെയ്തിട്ടാണ് മാം എടുത്തത്. പിന്നെ നെക്സ്റ്റ് അടുത്ത ദിവസം മിസ്സിന്റെ ക്ലാസ് ഉണ്ടാവും. ഓക്കെ.